ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പ്രതിവാര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രകളും പ്രവാസവും പ്രധാന വിഷയമായി വരുന്ന ലോകമേ തറവാട് പരമ്പരയുടെ 50-ാമത്തെ അധ്യായമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിൽ പങ്കെടുക്കാൻ യാത്രകൾ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കിയ 2 പേരാണ് ഇന്ന് ഇവിടെ വരുന്നത്. മിസ് ജൂലി ജോയ് ആട്ടോക്കാരൻ, മിസ് ഗീതു മോഹൻദാസ്, അങ്ങനെ 2 പേരാണ് ഇന്നത്തെ നമ്മളുടെ അതിഥികൾ. മിസ് ജൂലി ജോയ് ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞു. ഗീതു മോഹൻദാസ് 2ാമത്തെ റൗണ്ടിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. 7:30 എത്തും. എന്തായാലും 2 പേരെ ഏറ്റവും സ്നേഹത്തോടെ ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 50 ഭാഗങ്ങളിലായി ഏതാണ്ട് 100 പേർ, 100 ഒരു എപ്പിസോഡിൽ ഒരാൾ സംസാരിക്കാൻ കഴിഞ്ഞില്ല, 99 പേർ ഇതോടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക, ഇങ്ങനെ പല സ്ഥലത്തു നിന്നും ഇതിലേക്ക് അതിഥികൾ വന്നിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ നിന്ന് വന്നിട്ടില്ല, വരാൻ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജോയിൻ ചെയ്യാത്തത്. ഉടനെ ആ ഒരു ട്രിപ്പ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളെ കുറിച്ച് സംസാരിക്കും. അതൊരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അന്റാർട്ടിക്കൻ ട്രിപ്പിൽ പങ്കെടുത്ത വ്യക്തികൾക്കൂടെ എത്തിച്ചേരാൻ കഴിയാത്തത്. ബാക്കി മിക്കവാറും എല്ലാ കോണ്ടിനെന്റ്സിൽ നിന്നുള്ള ആളുകൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏത് സ്ഥലത്തേക്കാൾ വൈവിധ്യമുള്ള നമ്മുടെ സ്വന്തം രാജ്യം, ഇന്ത്യയുടെ കാഴ്ചകളും അനുഭവങ്ങളും പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട്. ഒരാളുടെ അനുഭവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഒരേ സ്ഥലം തന്നെ സന്ദർശിക്കുന്ന പലർക്കും ഉണ്ടാകും എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. അത്തരം അനുഭവങ്ങളാണ്, ഒരേ സ്ഥലത്ത് തന്നെ പോകുന്ന 2 വ്യക്തികൾ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളും ഇവിടെ പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണത്. ഗൾഫ് നാടുകളിലെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവച്ചവരുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്നവരുടെയും അവിടെയൊക്കെ പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള ആളുകളുടെയും അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഓരോ യാത്രകളും ഓരോ അന്വേഷണങ്ങൾ കൂടിയാണ്. അതിൻ്റെ ലക്ഷ്യങ്ങളും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. നമ്മുടെ അനുഭവങ്ങളുടെ വിവരണങ്ങളും ഓരോരുത്തരുടെയും ത്രസിപ്പിക്കുന്ന രീതിയിലാവുന്നത് അതുകൊണ്ടാണ്. ഇന്ന് ആദ്യം സംസാരിക്കുന്നത് മിസ് ജൂലി ജോയ് ഓട്ടോക്കാരനാണ്. ടൂറിസം ബിസിനസ് രംഗത്ത് സ്വന്തമായ ഒരു ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് ജൂലി. അങ്കമാലി സ്വദേശിയാണ്. അഡ്വഞ്ചർ ട്രിപ്പുകളും ട്രെക്കിംഗ് അടക്കമുള്ള അഡ്വഞ്ചർ ടൂറിസത്തിന്റെയും യാത്രകൾ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനി ജൂലിക്ക് സ്വന്തമായിട്ടുണ്ട്. DDH ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഈ കമ്പനി കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് ട്രാവൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനി അഡ്വഞ്ചർ ട്രിപ്പുകൾ മാത്രമല്ല സംഘടിപ്പിക്കുന്നത്, സസ്റ്റൈനബിൾ ലിവിങ് അഥവാ സുസ്ഥിരമായിട്ടുള്ള സുഗമമായിട്ടുള്ള ഒരു ജീവിത ശൈലി ആർജിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമാണ് ജോലി. ജൈവ ഭക്ഷണ രീതിയിലേക്ക് നയിക്കുന്ന ഒരു ഓർഗാനിക് ഫുഡ് കമ്പനിയും ജൂലിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതിന്റെ കോ-ഫൗണ്ടറായിട്ട് ജൂലി നിൽക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂറിന്റെ ടൂർ ഓപ്പറേറ്റർ ആണ്. അതുപോലെ തന്നെ അഡ്വഞ്ചർ ട്രിപ്പുകൾ പറഞ്ഞല്ലോ, ട്രെക്കിംഗ് അടക്കമുള്ളത്, ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി. അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ, പ്രത്യേകിച്ച് ലിങ്ക്ഡ്ഇനിലൊക്കെ ട്രാവൽ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാറുമുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന വനിതകൾക്കുള്ള ഗ്ലോബൽ വിമൻ കോൺഫറൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ജൂലിക്ക്. റെസ്പോൺസിബിൾ കേരള ടൂറിസം മിഷന്റെ അവാർഡാണിത്. അത് 2025 ജൂലിക്ക് ലഭിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ICRTയുടെ ഇന്ത്യ ഫൗണ്ടേഷൻ നൽകുന്ന സബ് കോണ്ടിനെന്റൽ സിൽവർ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് അതും ലഭിച്ചിട്ടുണ്ട്. 2022 ബെസ്റ്റ് ടൂർ ഓപ്പറേറ്റർ അവാർഡ് ഇൻ ഇന്ത്യ ലഭിച്ചിട്ടുണ്ട്. ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു NGOയിൽ അംഗം കൂടിയാണ് ജൂലി. അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം വ്യാപൃതയാണ്. ജൂലിയെ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തുന്നതിൽ അതീവ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരു യുവ സംരംഭക, നമുക്ക് അധികമൊന്നും അറിയപ്പെടാത്ത ഒരു മേഖലയാണ് ടൂറിസത്തിന്റെ സംരംഭക സാധ്യതകൾ. അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടി എന്നുള്ള രീതിയിൽ ഏറ്റവും സ്നേഹത്തോടെ ജൂലിയെ ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ 50ാമത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂലി നമ്മളോടിപ്പോൾ സംസാരിക്കും. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാഡം. മീഡിയ റൂമിനും മീഡിയ വേവ്സിനും എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിലൊരു കറക്ഷൻ ഉണ്ട്. നമ്മള് ഗ്ലോബൽ വുമൺ കോൺഫറൻസിൽ വി ആർ എ ഞങ്ങൾ സ്പീക്കേഴ്സ് ആയിരുന്നു. സ്പീക്കറാണ്, ദാറ്റ്സ് നോട്ട് ആൻ അവാർഡ്. അത് സ്പീക്കർ പാനലിസ്റ്റിന് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷൻ ആയിരുന്നു. ഐ ജസ്റ്റ് വാണ്ട് ടു കറക്റ്റ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോ ഞാനൊരു ഒരു കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്, ഹെഡ്സെറ്റ് മാറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ. ഇപ്പൊ കേൾക്കാവോ മാഡം? ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആണ്. സോ മാം പറഞ്ഞ പോലെ ഞാനൊരു 13 years ആയിട്ട് ടൂറിസം ഇൻഡസ്ട്രിയിലുണ്ട്. ഒരുപാട് എന്താ പറയാ, ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ടൂർ പാക്കേജസ് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആസ് എ ബൈ പ്രൊഫഷൻ പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് 14 കൺട്രീസ് എന്നുള്ള ആളുകളെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 കൺട്രീസിലെ നമ്മുടെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് ആസ് എ DTH ഹോളിഡേസ് അല്ലെങ്കിൽ DTH ഹോസ്പിറ്റാലിറ്റി എന്ന ടൂറിസം സംരംഭം. അതേപോലെയാണ് ഞാൻ ഒരു 4 years ആയിട്ടുള്ളൂ ട്രക്കിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. വെൻ ഐ സ്റ്റാർട്ടഡ്, ഞാൻ എന്താ പറയാ, എൻ്റെ യാത്രകളെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രക്കിംഗ് ആണ്. നമ്മള് എന്താ പറയാ, ഞാൻ ഒരിക്കലും എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തിനെ വേദനിപ്പിച്ചിട്ട് മനസ്സിന് സുഖം കണ്ടെത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ട്രക്കിംഗ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു ലഹരി എനിക്ക് എപ്പോഴും ഉണ്ട്. എപ്പോഴും ട്രക്കിംഗ് എന്ന് പറഞ്ഞത് എവിടെ പോയാലും ഏത് ഹൈറ്റിലായാലും അല്ലെങ്കിൽ എങ്ങനെ അഡ്വഞ്ചർ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ട്രക്കിംഗ് ചെയ്തിട്ടാണ്, കുറെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെ ട്രക്കിംഗ് ചെയ്തിട്ടാണ് പിന്നെ ഞാനൊരു ട്രക്കിംഗ് കുറെ ആളുകൾ ചോദിച്ച് അതിൽ നിന്നാണ് ഞാനൊരു ട്രക്കിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ പീക്കും നമ്മളുടെ ഗ്രൂപ്പുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ആണ് ഇപ്പൊ ഞാൻ അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് പങ്കർശുള പീക്ക് എന്ന് പറയുന്നത്. അതൊരു അച്ചീവ്മെന്റിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ട്രക്കാണ് ഹിമാലയത്തില്. സോ അതാണ് അടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത്. അതേപോലെ ഓർഗാനിക്സ് പ്രോഡക്ട്സിനെയും നമ്മൾ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുന്നു. അത് നമ്മുടെ ഒരു ലിവിങ് ഹാബിറ്റ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ കുറച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടാണ് നമ്മൾ ഇതേപോലെ കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിച്ച ശേഷം വി ആർ സെർവിങ് ടു അതേഴ്സ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക്. ഞാൻ ജൂലി ജോയ് ആട്ടോക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതാണ് ഒരു ബേസിക് ഒരു ചെറുതാക്കി പറയുവാണെങ്കിൽ. ഇതില് ഇപ്പൊ ഞാൻ ട്രക്കിംഗ് അല്ലെങ്കിൽ യാത്രകള് എന്നൊക്കെ പറയുമ്പോ ഈ ടൂറിസം, അത് ട്രക്ക് ആയിക്കോട്ടെ ടൂർ ഓപ്പറേറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു കുറച്ച് എല്ലാം ഇത്രയും നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്ത് ബെസ്റ്റ് ടൂർ ഓപ്പറേറ്റർ അവാർഡൊക്കെ വാങ്ങിച്ച് നമ്മളൊരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോഴാണ് സസ്റ്റൈനബിലിറ്റി. ഈവൻ ഞാൻ റെസ്പോൺസിബിൾ ടൂറിസം മിഷനിൽ അതിന്റെ സമയത്ത് ജോയിൻ ചെയ്തു. അപ്പോഴാണ് സസ്റ്റൈനബിലിറ്റി, കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് എങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ട്രാവൽ ചെയ്താലാണ് ഈ വരുന്ന സമൂഹത്തിന് നന്നായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ
അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത് നമ്മൾ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഫോക്കസ് ചെയ്യണം എന്നുള്ളതും അതേപോലെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞല്ലോ, ആള് NGO യുടെ ഫൗണ്ടർ ആണ്. അപ്പോ അതിലൂടെ ജോയിൻ ചെയ്യുന്നതും ആ പ്രാക്ടീസസ് ഞാൻ എൻ്റെ ടൂറിസം കമ്പനിയിലും ട്രക്കിംഗ് കമ്പനിയിലും മെർജ് ചെയ്തപ്പോഴാണ് ഐ ഗോട്ട് ICRT അവാർഡ് ദിസ് ഇയർ. അപ്പോ അതൊക്കെയാണ് ഇപ്പൊ എൻ്റെ ലിവിങ് സ്റ്റൈലും അല്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് തരുന്നതും എല്ലാം. സോ ട്രക്കിംഗ് പറയുമ്പോൾ ഞാൻ ട്രക്കിങ്ങില് ഞാൻ ചെയ്തതിൽ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അലങ് മലങ് കുലങ് എന്ന് പറഞ്ഞ ട്രക്ക് ഉണ്ട്. ദാറ്റ് ഈസ് AMK വിൽ കോൾ. ഇറ്റ്സ് ഇൻ നാഷിക് നിയർ ബൈ. സോ അതൊരു 3 ദിവസത്തെ ഫുൾ പാറകൾ കയറി ഇറങ്ങുന്ന ഒരു ട്രക്കാണ്. നമുക്ക് പ്രോപ്പർ വെള്ളം ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇടം ഇല്ല, റെസ്റ്റ് റൂംസ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു 3 ദിവസം സർവൈവൽ ബേസിലുള്ള ഒരു അഡ്വഞ്ചർ ട്രക്കാണ്. റാപ്പലിംഗ് ഉണ്ട്, അങ്ങനെ കാറ്റഗറിയിലുള്ള ഒരു ട്രക്ക്. ആൻഡ് സെയിം ഞാൻ സോക്കു വാലി ആണ് പിന്നെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ സോക്കു വാലി സബ്മിറ്റ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഇൻ നാഗാലാൻഡ്. ആൻഡ് പിന്നെ നമ്മുടെ കേരളത്തില് സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ഹയസ്റ്റ് പീക്കും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വരയാടുമുട്ട ആയിക്കോട്ടെ, കുതിർമുഖ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുമാരപർവ്വതി ആയിക്കോട്ടെ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഹയസ്റ്റ് പീക്കും സബ്മിറ്റ് ചെയ്ത് അത് നമ്മുടെ കൂടെ അത് ഒരുപാട് തവണ പോയിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ആളുകളെ കൊണ്ടുപോയി അവരെയും എല്ലാവരെയും സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഉറപ്പായിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു മേജർ ഒരു ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഈ സസ്റ്റൈനബിൾ പ്രാക്ടീസസിലെല്ലാം ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു ടൂർ പാക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ DTH ഹോളിഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലയൻസിന് ഒരിക്കലും നമ്മൾ എന്താ പറയാ, അവര് ഇപ്പൊ ഒരു ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 5 days ട്രാവൽ ചെയ്യുന്നു. ഈ 5 days ട്രാവൽ ചെയ്യുമ്പോൾ അവർ എത്ര മിനറൽ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യും അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്? കറക്റ്റ് അല്ലേ? സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വൺസ് ദേ ലാൻഡഡ് കൊച്ചിൻ, നമ്മൾ അവർക്ക് ഒരു ഇൻസ്റ്റെഡ് ഓഫ് മിനറൽ വാട്ടർ ബോട്ടിലിന് പകരം നമ്മളൊരു ബോട്ടിൽ കൊടുക്കും, റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. സോ അങ്ങനെ ഒരു ജസ്റ്റ് 2 പേര് ഒരു 5 ദിവസം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ 10 പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മൾ അവിടെ റിമൂവ് ചെയ്യാണ്. അതേപോലെ ഇൻ എവറി ഡെസ്റ്റിനേഷൻ ഓൾ ഓവർ ഇന്ത്യ ആണ് എനിക്കിപ്പോൾ അത് ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ക്ലയൻസിന് അത്ര പോസിബിൾ അല്ല. അതിൻ്റെ ഒരു എത്രത്തോളം ഉണ്ടെന്ന് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. അതേപോലെ ട്രക്കിങ്ങിന്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് മിഠായി കടലാസ് പോലും നമ്മൾ കൊണ്ടുപോകാൻ എൻകറേജ് ചെയ്യില്ല. അതെല്ലാം നമ്മൾ തിരിച്ച് നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് അവർക്ക് കൊടുത്ത് അത് തിരിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ എവിടെയാണോ അത് കറക്റ്റ് ആയിട്ട് ഇടേണ്ടത് അവിടെ തന്നെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന കാറ്റഗറി, അങ്ങനെയാണ് നമ്മൾ എല്ലാ ട്രക്കും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ചിന്ത വരാനും ഞാൻ NGO വർക്ക് ചെയ്തിപ്പോ തുടങ്ങിയാണ്. കാരണം നമ്മൾ ഓരോ മാസവും കേരളത്തിലെ കുറച്ച് മലനിരകളും തമിഴ്നാട്ടിലെ കുറച്ച് മലനിരകളിൽ നിന്ന് നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മളൊരു 60+ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കളക്ട് ചെയ്യുക. സോ അതിൽ ബോട്ടിൽസ്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ്, ഡയപ്പേഴ്സ്, നമ്മൾ പറയുന്ന പേപ്പർ കപ്പുകൾ, പേപ്പർ ബാഗുകൾ എന്നൊക്കെ പറയുന്ന ഇതിലെല്ലാം പ്ലാസ്റ്റിക് ഉണ്ട്. സോ ഇതൊക്കെ എത്രത്തോളം നമ്മുടെ മണ്ണിനും നമ്മുടെ പ്രകൃതിക്കും ദോഷമാണ് എന്ന റിയലൈസേഷനാണ് ഇങ്ങനൊരു ചേഞ്ച് ഞാൻ എൻ്റെ എല്ലാ എന്താ പറയാ കമ്പനികളിലും ഞാൻ ചേഞ്ച് ചെയ്തെടുത്തതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് എന്നെ കുറിച്ച് പറയാനുള്ളത്. എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ബോട്ടിൽ ഉപയോഗിക്കാണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്തു. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ബോട്ടിലെങ്കിലും വലിച്ചെറിയാണ്ടിരുന്ന നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് ട്രാവൽ ചെയ്തു എന്ന് വരും. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ. ഈ സൗന്ദര്യം അല്ലെങ്കിൽ ഈ പ്രകൃതി, ഈ വയലൊക്കെ എവിടെയായാലും നേച്ചറിന് നമ്മളിപ്പോ പ്രൊട്ടക്ട് ചെയ്താലേ അടുത്ത തലമുറയ്ക്ക് അത് അത്രയും ഭംഗിയിൽ കാണാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്രകളും എൻ്റെ ദ വേ ഓഫ് ലിവിങ്ങും. Okay. Yeah.
ജൂലി ഇപ്പൊ പറഞ്ഞല്ലോ ഈ സസ്റ്റൈനബിൾ ലിവിങ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സൂചന തന്നു പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതല്ലാതെ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള രീതിയിലാണ് വനസംരക്ഷണം ഉറപ്പുവരുത്തുന്നത്? പാരിസ്ഥിതികമായിട്ട് വിഷയങ്ങൾ ഇല്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മറ്റു ടൂറിസ്റ്റുകൾ വന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ണിൽ പെട്ടത്? മാഡം നമ്മള് ഇപ്പോ നെല്ലിയാമ്പതി മലനിരകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്, 1 ടൈം മിനിമം ചെയ്യുന്നുണ്ട്. സോ ഈ 1 ടൈം നമ്മള് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ എടുക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഡയപ്പേഴ്സ്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്, മാസ്ക് അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്, പേപ്പർ പ്ലേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പറക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ആളുകൾ വലിച്ചെറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഏറ്റവും കൂടുതൽ വരിക. അതേപോലെ അവിടുത്തെ ഇപ്പോ ഏത് ഡെസ്റ്റിനേഷൻ ആയാലും അവിടുത്തെ ഷോപ്പുകൾ അവർക്ക് ഒരു പ്രോപ്പർ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ അത് വലിച്ചെറിയരുത് എന്നുള്ളൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഷോപ്പുകൾ, ഹോട്ടൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് ഇപ്പോ ഒരുപാട് പേര് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇതിൽ ഇടുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അതിന് എന്താ പറയാ, നിങ്ങൾ ഫൈൻ അടയ്ക്കണം, ഗവൺമെന്റ് ഇടപെടണം. ഇതൊക്കെ എത്രത്തോളം ലിമിറ്റഡ് ആണെല്ലാം. സോ നമ്മള് ഇതിന് ഫൈൻ അടയ്ക്കുക, ഇതടയ്ക്കുക എന്നപ്പുറം നമ്മളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഒരു മേജർ വേസ്റ്റിന്റെ ഇത് വരുന്നത്. ഇത് നമ്മൾ വലിച്ചെറിയരുത്, നമ്മൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം. നമ്മളിൽ നിന്ന് തുടങ്ങി തന്നെ നമുക്ക് ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കൂടെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു 50+ വോളണ്ടിയേഴ്സ് എപ്പോഴും ഉണ്ടാവും. ഈ 50+ വോളണ്ടിയേഴ്സും എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും അവരാരും വലിച്ചെറിയുന്നില്ല. 50 പേര് 50 ബോട്ടിൽ വലിച്ചെറിയാത്തോളം കാലം അത്രയും കുറയുകയാണ്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്രാക്ടീസ്. അല്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി വനത്തിനെ സംരക്ഷിക്കാൻ എല്ലാ കാര്യവും അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനോ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻ നമ്മളെ കൊണ്ട് പറ്റില്ല. വി ആർ ഓൾസോ കോമൺ പേഴ്സൺസ്. സോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്ലാസ്റ്റിക് ക്ലീനിങ് നമ്മൾ മേജറായിട്ട് ചെയ്യുന്നത് ഇതേപോലെ പ്ലാസ്റ്റിക് ക്ലീനിങ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ അപ്പുറം അതുക്ക് മേലെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാ മാസവും ഈ പ്ലാസ്റ്റിക് ക്ലീനിങ് കൂടാണ്ട് നമുക്കൊരു കോളേജ് സ്റ്റുഡൻസിന്റെ ക്യാമ്പ് ഉണ്ടാവും. നേച്ചർ ക്യാമ്പ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ. ആ നേച്ചർ ക്യാമ്പ്സ് കൊടുത്തിട്ട്, അതായത് കുറച്ച് പ്രായമുള്ളവരെ മാറ്റാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ചേഞ്ച് ആയിരിക്കും. പക്ഷെ യൂത്തിൽ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റുഡൻസ് ക്യാമ്പ് ചെയ്യുന്നത്. അവരെ വരുന്നു, അവരെ കൊണ്ടിരുന്നു, അവരെ പ്ലാസ്റ്റിക് ക്ലീനിങ് ചെയ്യിക്കുന്നു, അവരെ അതിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് എറിഞ്ഞ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വീഴുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചില്ലുകുപ്പി വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നതുകൊണ്ട് വനത്തിന് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, മൃഗങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, വെള്ളത്തില് ഇത് പോയി കഴിഞ്ഞ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് ഈ വെള്ളം കുടിക്കുന്നത്, മണ്ണിന് ദോഷമാണ്, പ്രകൃതിക്ക് ദോഷമാണ് എന്ന് എല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർക്കത് അവയർനെസ് കിട്ടുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് കുട്ടികൾ മനസ്സിലാക്കിയത് പോയിട്ട് അവര് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇനി നമ്മൾ അങ്ങനെ എറിയില്ല, അല്ലെങ്കിൽ ഇനി നമ്മൾ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രകൃതിനെ സംരക്ഷിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ പോകുന്നത്. സോ അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റം. അത് അടുത്ത തലമുറയിൽ റിഫ്ലക്റ്റ് ആവുള്ളൂ എന്നാണ് നമ്മൾക്ക് മനസ്സിലായ കാര്യം. ഈ റെസ്പോൺസിബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാ ചെയ്യുന്നത്? കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മേജർ ശ്രീ രൂപേഷ് കുമാർ സാറ് ഹെഡ് ചെയ്യുന്ന ഒരു ഡിവിഷനാണ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് ഇപ്പോ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വില്ലേജുകളിൽ നിന്ന് തുടങ്ങി, അതായത് വില്ലേജുകൾ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, അതായത് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ലിവിങ് വിസിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരിക. അത് ഈ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് മാത്രമല്ല, അതായത്
ഫോർ എക്സാമ്പിൾ അവിടുത്തെ ഒരു പ്രൊജക്ട് ആർടി മിഷന്റെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു വില്ലേജിൽ അവിടുത്തെ ആളുകള് ഒരു ഹോം സ്റ്റേ ഉണ്ടാവുന്നു. ഈ ഹോം സ്റ്റേയിലേക്ക് ഗസ്റ്റ് വരുന്നു. ഈ ഗസ്റ്റ് വരുന്ന അവർക്കുള്ള ഫുഡ് അവിടുത്തെ കൃഷിക്കാരിൽ നിന്ന് തന്നെ വാങ്ങിച്ച് അവിടുന്ന് ഒരു ഇല ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പച്ചക്കറി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇത് ഹോം സ്റ്റേ വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്ത് അവരെ കൊടുക്കുന്നു. ഈ വില്ലേജ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, വില്ലേജിന്റെ കഥകൾ പറയുന്നു. സോ ഈ ഒരു രീതിയിലാണ് സസ്റ്റൈനബിൾ ടൂറിസം പോവുക. ഒരുപാട് ആളുകൾ വന്ന് ഇതേപോലെ ഒട്ടും ഇതില്ലാണ്ട് റെസ്പോൺസിബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ വില്ലേജ് അങ്ങനെ നശിച്ചു പോകും. അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി എന്താ പറയാ ഇപ്പൊ നമ്മൾ മൂന്നാർ പോലെയുള്ള ഒരു ഡെസ്റ്റിനേഷനോ അതില്ലാണ്ട് വില്ലേജ് ആയിട്ട് തന്നെ ഇരുന്ന് അവർക്ക് ജീവിക്കാനും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കാണാനും പാകത്തിലുള്ള വില്ലേജ് ഉണ്ടാക്കുക എന്നുള്ളത്. അതേപോലെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ആർട്ടിമിഷൻ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാ സ്പെഷ്യലി വുമൺ ഓണ്ടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആർട്ടിമിഷൻ വേറൊരു രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളമാണ് ഇപ്പൊ ഈ ഇയർ ആണ് ഇത് ചെയ്തത് ദ വുമൺ ഫ്രണ്ട്ലി ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ കേരള. ഇന്ത്യയിലെ ആകെ ഒരൊറ്റ ഡെസ്റ്റിനേഷനേ ഉള്ളൂ, നമ്മുടെ അത് കേരളമാണ്. നമ്മുടെ ഓൾറെഡി ഒരു 1 വീക്കിന് മുമ്പ് സോറി 1 മന്തിന് മുമ്പാണ് അത് എന്താ പറയാ നമ്മുടെ മുഹമ്മദ് റിയാസ് സാറ് അതിനെ കുറിച്ച് റിവീൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആർടി മിഷന്റെ പ്രോജക്റ്റുകൾ. അതേപോലെ തന്നെ ഇപ്പോ ആർടി മിഷൻ രജിസ്റ്റർ ചെയ്ത ഹോട്ടൽസ് ഹോം സ്റ്റേസ് എല്ലാം ഇതേപോലെ തന്നെ ഒരു എന്താ പറയാ അതേപോലെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് അവരുടെ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അത് വെബ്സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. അത് പ്രാക്ടീസ് ചെയ്ത് അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ആർടി മിഷനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കി ഇപ്പൊ ഞാൻ തന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്റെ ഗസ്റ്റ് വരുമ്പോൾ എന്റെ ഗസ്റ്റിന് ഞാൻ ആർടി മിഷനിൽ രജിസ്റ്റർ ചെയ്ത റിസോർട്ടാണ് കൊടുക്കുക, ഹോം സ്റ്റേ ആണ് കൊടുക്കുക. സോ അവർ കുറച്ചുകൂടി സസ്റ്റൈനബിൾ പ്രാക്ടീസസ് നോക്കുന്നുണ്ട്. ഇതേപോലെ മാക്സിമം നമ്മുടെ ചുറ്റുപാടിനെ എങ്ങനെ സസ്റ്റൈനബിളി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന അങ്ങനെയുള്ള ഇത് പറഞ്ഞിട്ടാണ് ഞാനും ഹോട്ടൽസും റിസോർട്ട്സും ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ ആർടി മിഷൻ ഡെവലപ്പായി വരുന്ന ഒരു എന്താ പറയാ പുതിയൊരു മോഡ് ഓഫ് ടൂറിസം സെക്ടർ ആണ് ആക്ച്വലി. ഇപ്പൊ കാട്ടിലെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ട്രക്കിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഇപ്പൊ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഈ മല കയറുന്ന സമയത്ത് മുഴുവനും നമുക്ക് ഉള്ള വെള്ളം കൊണ്ടുപോവാതിരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ എന്താ ചെയ്യണത്? പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസിന് പകരം എന്താ കൊടുക്കുന്നത് അവർക്ക്? അപ്പൊ നമ്മുടെയില് എപ്പോഴും നമ്മള് ഒരു പുതിയ സാധനം വാങ്ങിക്കാണ്ട് നമ്മുടെയിൽ എപ്പോഴും ബോട്ടിൽസ് ഉണ്ട്. അത് പ്ലാസ്റ്റിക് വൺ ടൈം യൂസ് പ്ലാസ്റ്റിക്സ് അല്ല. നമ്മൾ ടെക്കാത്തലിന്റെ പ്രൊഡക്റ്റ് പോലെ സ്റ്റീൽ ബോട്ടിൽസ് പോലെ ഇപ്പൊ വെള്ളത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ റീഫിൽ ചെയ്ത് നമ്മൾ ചോന്നിട്ടാണ് പോവുക ട്രക്കിങ്ങിന്. അതേപോലെ ഒരു ബസ് ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലാണ് ശരിക്കും അങ്ങനെ ഇല്ലാത്തുള്ളൂ. കേരളത്തിന്റെ പുറത്ത് കർണാടക ഒക്കെ പോവുകയാണെങ്കിൽ അവര് ഒരു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പോലും അവര് ട്രക്കിങ്ങിന് ചെക്കിന് കയറും. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവരെല്ലാം വാങ്ങിച്ചു വെക്കും. അവർ എന്നിട്ട് ഒരു പേപ്പർ ബാഗ് തരും. ആ പേപ്പർ ബാഗിലാണ് നമ്മൾ കൊണ്ടുപോകുന്ന സ്നാക്സോ ഫുഡോ എന്തായാലും ഇടാൻ പറ്റുക. അവർ 1000 രൂപ വാങ്ങിച്ചു വെക്കും. തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഫുഡിന്റെ മറ്റേ ഫോയിൽ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ അതില്ലെങ്കിൽ 1000 അവർ തിരിച്ചു തരില്ല. സോ ഇതേപോലെയാണ് കർണാടക ഗവൺമെന്റ് ചെയ്യുന്നത്. സോ നമ്മളും നമ്മുടെ കൂടെ ട്രക്ക് ചെയ്യുന്ന ആളുകൾ ഇതെല്ലാം നമ്മൾ ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നും അവിടെ മലയിൽ പോവില്ല, നമ്മൾ അവിടെ നിന്ന് ഒന്നും എടുക്കുന്നുമില്ല, നമ്മൾ അവിടെ നിന്ന് ഒന്നും ഇടുന്നില്ല എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ട്രക്ക് ചെയ്തിട്ട് തിരിച്ചു വരിക. സോ ഇതൊക്കെ നമ്മുടെ ബോട്ടിൽസ് ഉണ്ടാവും. നമ്മുടെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓൾറെഡി നമ്മൾ റെഗുലർ ട്രക്കേഴ്സ് ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾക്ക് ഒരു 1 വീക്ക് പ്രയറേ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ കൂടെ. പിന്നെ നമ്മുടെ ഒരു ട്രക്കിംഗ് ഹാബിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ എപ്പോഴും വരുന്ന ആളുകൾ തന്നെയാണ്. പുതിയത് വരുമ്പോഴും അവർക്കും ആ ഹാബിറ്റിൽ അവർ അഡാപ്റ്റ് ആവുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ ഓൺ ദ വേയിലും വെള്ളം ഉണ്ടാവുന്ന ഏരിയാസ് ആണ്. സോ നമ്മൾ റീഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ മിനറൽ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ട് 99% നമ്മുടെ കൂടെയുള്ള യാത്രികർ വരുന്നില്ല. അത് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ മോഡറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോവുക. ഇപ്പോ അഗസ്ത്യാർ മലയിലൊക്കെ കയറുന്നതിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ.
ഒരു ഗ്രൂപ്പിലാകെ 25 പേരെ അവര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് യാത്രികര് ഓരോ ഗ്രൂപ്പിന്റെ കൂടെയും പറയുന്നതില് ഇരട്ടി ആളുകള് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ആളുകൾ പോകുന്നു. അപ്പൊ അവരുടെ അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എങ്ങനെയാണ് പിന്നീട് അവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നത്? അതിനുള്ള ഒരു സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുന്നുണ്ടോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാക്സിമം അവരുടെ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇതുവരെ എൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസ്. പക്ഷെ എത്ര പറഞ്ഞാലും എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ മാഡം. നമ്മുടെ സിസ്റ്റമാണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇപ്പോ അഗസ്ത്യാർകൂടം പേഴ്സണലി ഞാൻ പോയിട്ടില്ല, പക്ഷെ നമ്മുടെ ഗ്രൂപ്പ് പോയിട്ടുണ്ട്. ഇപ്പോഴും അഗസ്ത്യാർകൂടം 25 200 150 സംതിങ് എന്തോ ആണ് കൗണ്ട് വരിക പെർ ഡേ. അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോവുക. അവിടെ 2 ദിവസം സ്റ്റേ ബാക്ക് ഉള്ളത് കൊണ്ട് തന്നെ വേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ തന്നെ അറിയുന്ന ഒരുപാട് NGOs അത് ക്ലീൻ ചെയ്ത് തിരിച്ച് താഴെ ഇറക്കുന്നുമുണ്ട്. ട്രക്ക് എല്ലാം കഴിഞ്ഞ് ട്രക്ക് സീസൺ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിറക്കുന്നുണ്ട്. ഒരു മിനിമം ലെവലിൽ എല്ലാം നല്ല രീതിയിൽ സെഗ്രിഗേഷനും എന്താ പറയാ പ്ലാസ്റ്റിക് വേസ്റ്റ് മലയിൽ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രക്ക് കഴിഞ്ഞ് ട്രക്കിന്റെ സീസൺ ആകെ 3-4 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ താഴെ ഇറക്കുന്നുണ്ടെന്നാണ് എൻ്റെ നോളജ്. സോ ആളുകൾ ഇതെല്ലാം എത്രയൊക്കെ ചെയ്താലും ആളുകൾ അത് കൊണ്ടുപോയാൽ ഓക്കെ, കുഴപ്പമില്ല. ബിക്കോസ് നമുക്ക് പ്ലാസ്റ്റിക് കംപ്ലീറ്റ് മാറ്റാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കംപ്ലീറ്റ് മാറ്റാം. പക്ഷെ നമ്മളത് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവുക, റെസ്പോൺസിബിൾ ട്രാവലർ ആവുക എന്നുള്ളതാണ്. നമ്മളത് എറിയാണ്ടിരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശരിയാണ്. ഈ AMK നാസിക്കിലെ ഒരു മലനിരയുടെ കാര്യം പറഞ്ഞല്ലോ. അതിന്റെ അവസ്ഥ എന്താണ്? എന്താണ് അതിന് അത്രയധികം അഡ്വഞ്ചറസ് ആണെന്ന് പറയാൻ കാരണം? അതൊന്ന് വിശദീകരിക്കാമോ? അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അലങ് മലങ് കുലങ് എന്ന് പറയുന്ന നാഷിക്കിൽ നിന്നും ഒരുപാട് ഉള്ളിൽ പോകുന്ന ഒരു വില്ലേജ് ഏരിയ ആണ്. അവിടെ ആകെ ഞങ്ങളിപ്പോ 3 പ്രാവശ്യം AMK സബ്മിറ്റ് ചെയ്തു. സോ ഈ 3 പ്രാവശ്യം ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഒരു ഡ്രൈ ലാൻഡ് ആണ് ശരിക്കും അത്. ഒരുപാട് ഉള്ളിലുള്ള ഒരു വില്ലേജ് ആണ്. ആ വില്ലേജിൽ ആകെ ഒരു 10-15 ഫാമിലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വില്ലേജിൽ നിന്നാണ് ബേസ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ അലങ് മലങ് കുലങ് എന്ന് പറയുന്ന 3 പാറ പോലെയുള്ള മലകളാണ്. അവിടെ ചെടികളില്ല, അല്ലെങ്കിൽ മരങ്ങളില്ല, വളരെ റെയർ ആണ്. നമ്മൾ കുറച്ച് ഭാഗം മാത്രം കാടിന്റെ ഉള്ളിൽ കൂടെ, അതും ഡ്രൈ ഫോറസ്റ്റ് ആണ്, അതിന്റെ ഉള്ളിൽ കൂടെ കേറിയ പിന്നെ ശരിക്കും ഈ മഴ കഴിയുമ്പോൾ, അതായത് ഈ ഒരു 3 മാസമാണ്, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് അവിടെ പോയാൽ വെള്ളത്തിനുള്ള സാധ്യത പോലും ഇല്ല. അപ്പോ ഈ നമ്മൾ അലങ് മലങ് കുലങ് എന്ന് പറയുമ്പോൾ അതായത് ശരിക്കും ഒരു പാറയിൽ കയറുന്നു, ആ പാറയിൽ നിന്ന് ഇറങ്ങുന്നു, അടുത്ത പാറയിൽ കയറുന്നു, ഇറങ്ങുന്നു, വീണ്ടും 3ാമത്തെ പാറയിൽ കയറുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നു. ഈ 3 പാറകളും നമുക്ക് ഡയറക്റ്റ് വാക്ക് ചെയ്ത് കയറാൻ പറ്റില്ല. നമ്മൾ റാപ്പലിങ് ചെയ്തും ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ പാറ കയറാൻ പറ്റുക. റോപ്പ് ഇട്ട് കയറുന്നു, റോപ്പ് ഇട്ട് ഇറങ്ങുന്നു. അങ്ങനെയാണ് ഈ 3. അതായത് നമ്മൾ ഫസ്റ്റ് ബേസ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മല കയറുന്നു, അത് റാപ്പലിങ് എന്താ പറയാ നമ്മള് കയറിട്ട് അതിൽ വലിച്ച് അതിന്റെ എല്ലാ ബേസിക് സിസ്റ്റങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ മല കയറുക. കുറെ ദൂരം വാക്ക് ചെയ്യണം. ഒരു പോയിന്റ് മാത്രം നമ്മൾ എന്താ പറയാ ഇതേപോലെ തന്നെ കയറുക, തിരിച്ച് പിറ്റേ ദിവസം ഇറങ്ങുക. അത് കഴിഞ്ഞ് അടുത്ത മല നടന്നു പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ വീണ്ടും സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ച് മുകളിൽ കയറുക, തിരിച്ചു വരിക, ഇത് ചെയ്യുക. അങ്ങനെയാണ് പണ്ട് അവിടുത്തെ രാജാക്കന്മാരുടെ എന്താ പറയാ കോട്ടകളായിരുന്നു. അത് ഒരുപാട് തകർന്ന കോട്ടകളാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. സോ ഈ അലങ് മലങ് എന്ന് പറയുന്ന മോസ്റ്റ് അഡ്വഞ്ചറസ് ട്രക്സ് ഇൻ ഈ സൈഡ്, മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഹിമാലയത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഈ അലങ് മലങ് വൺ ഓഫ് ദ അഡ്വഞ്ചറസ് ട്രക്ക് ആണ്. റാപ്ലിങ്ങും ക്ലൈംബിങ്ങും ഒക്കെ ചെയ്തു പോകുന്ന ഒരു ട്രക്ക്. വെള്ളം ഇല്ല നമുക്ക് അവിടെ ഉണ്ട്. ഈ രാജാക്കന്മാർ അന്ന് അവര് ജസ്റ്റ് ഇത് വെച്ച കുളങ്ങൾ ഉണ്ടാക്കിയതിൽ വെള്ളമുണ്ട്. പക്ഷെ ആ വെള്ളമൊക്കെ നമ്മൾ സെയിം പ്ലാസ്റ്റിക് പോലെ തന്നെ നമ്മുടെ ആളുകൾ പോയി അത് ഭയങ്കര അൺക്ലീൻ ആണ്. ഒഴുകുന്ന വെള്ളമല്ല, ജസ്റ്റ് അവിടെ മഴവെള്ളം പാറയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഭക്ഷണമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം. വേറെ ഒരു ഫെസിലിറ്റി ഇല്ല.
ഇപ്പൊ ലേഡീസ് പോയാലും നമുക്കും ഓപ്പൺ സ്പേസ് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങൾക്കും. സോ അങ്ങനെയുള്ളൊരു ട്രക്ക്. പക്ഷെ അത് പോവാനും നമ്മളിപ്പോ ഓൾമോസ്റ്റ് AMK ട്രക്ക് 20 നമ്മൾ മിനിമം ആളുകളെ കൊണ്ടുപോകുള്ളൂ. ഇപ്പൊ ഓൾമോസ്റ്റ് 60 ആളുകളെ നമ്മൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു AMK ട്രക്കിന്. ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ ആകെ ചെയ്തത്. ലാസ്റ്റ് ഇയർ നമ്മൾ 3 സെഷൻ ചെയ്തതിൽ ഇത്രയും പേരെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നു. അതും അഡ്വഞ്ചർ ചെയ്യാനാണ് നമ്മുടെ ആളുകൾ കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് തന്നെ AMK എപ്പോഴും ആളുകളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ട്രിപ്പുകൾ ഓർഗനൈസ് ചെയ്തിട്ടില്ലേ? എവിടേക്കൊക്കെയുള്ള യാത്രകളാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ആക്ച്വലി ഞാൻ ഓൾമോസ്റ്റ് 14 കൺട്രീസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് എൻ്റെ ക്ലയൻസ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തായ്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ടർക്കി, ദുബായ്, മൗറീഷ്യസ്, മാൽദീവ്സ്, ശ്രീലങ്ക, വിയറ്റ്നാം, അങ്ങനെ ഓൾമോസ്റ്റ് 14+ കൺട്രീസ് എൻ്റെ ക്ലയൻസ് ഇപ്പൊ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ലൈക്ക് മോസ്റ്റ്ലി എൻ്റെ ക്ലയൻസ് എല്ലാം നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ആണ്. എനിക്കും കേരളത്തിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ഇപ്പൊ ഒരു 100-ല് ഒരു 2-3% എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കി 97% ഓഫ് ആളുകളും നോൺ മലയാളീസ് ആണ് എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 കൺട്രീസിന് മുകളിൽ ആളുകൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. റെഗുലർ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ വന്ന് റഫറൻസിൽ വന്ന് പോയി തിരിച്ച് അങ്ങനെ വരുന്ന ഒരു റഫറൻസ്, അതായത് ഒരു മൗത്ത് മാർക്കറ്റിംഗ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ എല്ലാം, ഓൾമോസ്റ്റ് എല്ലാം. നമ്മൾ ഒരുപാട് എന്താ പറയാ SEOക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും ഇത് ചെയ്യുന്നില്ല. നമ്മുടെ ഇപ്പോൾ മാഡം നേരത്തെ പറഞ്ഞ പോലെ 13 years ആയി ഞാൻ ഇൻഡസ്ട്രിയിൽ. ഈ 13 വർഷത്തിൽ ഉള്ള എനിക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോട്ട്സ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. സോ അവരാണ് ഈ റിപ്പീറ്റ് ചെയ്ത് ഓരോ ഇപ്പൊ എൻ്റെ കൂടെ മിനിഞ്ഞാന്ന് ട്രാവൽ കംപ്ലീറ്റ് ചെയ്ത ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് എൻ്റെ കൂടെ 7th ട്രിപ്പാണ് സ്റ്റാർട്ട് ചെയ്യുക. ആള് മൗറീഷ്യസ് കംപ്ലീറ്റ് ചെയ്തു, മലേഷ്യ കംപ്ലീറ്റ് ചെയ്തു, തായ്ലൻഡ് കംപ്ലീറ്റ് ചെയ്തു, കശ്മീർ കംപ്ലീറ്റ് ചെയ്തു, കേരളം 2-3 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ സോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് എൻ്റെ മോസ്റ്റ്ലി. സോ ഇതൊക്കെയാണ് മേജറായിട്ട് ഞാൻ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസും. നമ്മുടെ ഗ്രൂപ്പ് ടൂറോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മാക്സിമം ഇതേപോലെ പ്രൈവറ്റ് ടൂർസ് ആണ്. ഇപ്പൊ എത്ര പേരാണ് പോകുന്നത് അവർക്ക് നമ്മൾ പക്ക എല്ലാം, നമുക്ക് ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് ടീം ഈ എല്ലാ ഡെസ്റ്റിനേഷനിലും നമ്മുടെ ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് ഒരു ടീം ഉണ്ട്. ഈവൻ കാശ്മീർ അടക്കം നമ്മുടെ ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷനിലടക്കം ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് ടീം എപ്പോഴും ഉണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും. അങ്ങനെയാണ് നമ്മുടെ യാത്രകളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഗീതു ജോലി പോയ ഒരു അനുഭവം നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ലാസ്റ്റ് യാത്ര ചെയ്തിരുന്ന ഒരു സ്ഥലം ഡെറാഡൂണിൽ പോയി, ഋഷികേശിലും അതുപോലെ ഹരിദ്വാറിലും പോയപ്പോ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് ഓർത്തെടുക്കാമോ? ഞങ്ങള് ആക്ച്വലി ഒരു 6-7 മസൂരി ഉത്തരാഖണ്ഡ് ഫുള്ള് കവർ ചെയ്തിട്ട് തിരിച്ചു വരാം എന്നുള്ള കൺസെപ്റ്റിൽ പോയതാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തൊരു ഒരാഴ്ച മുമ്പേ അവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഓക്കെ എനിഹൗ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പോവാ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എത്തി ഹരിദ്വാർ നമ്മളൊരു 1 night കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഋഷികേശ്. അപ്പോൾ ഹരിദ്വാർ നമ്മൾ എത്തി. ഇപ്പൊ അവിടെ അങ്ങനെ മഴയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ നമ്മൾ നേരെ ഒരു 2-wheeler റെന്റിന് എടുക്കുക. അവിടെ 2-wheeler റെന്റ് ഓപ്ഷൻ ഉണ്ട്. എൻ്റെ തന്നെ ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ട്രാൻസ്പോർട്ട് എടുത്താൽ നമ്മൾ 2-wheeler എടുത്തിട്ട് നമ്മൾ നേരെ നമുക്ക് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഋഷികേശും മുസൂറിയും ഡെറാഡൂണും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് വരണം. അങ്ങനെ നമ്മൾ ഋഷികേശ് പോയി. ഋഷികേശിലെ അതിനു മുമ്പ് പറയാലോ, ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ സൈറ്റ് സീനും കാണാ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല, എക്സ്പീരിയൻസ് ചെയ്യുക. ഫുഡ് അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ വില്ലേജ്, അവിടുത്തെ ആളുകള്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഋഷികേശിലെ എങ്ങനെയാണ് അവിടുത്തെ എല്ലാ കൾച്ചർ, ഫുഡ് എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അവിടുത്തെ ആരതി കാണാം. ആരതിയാണ് എപ്പോഴും ഞാനൊരു മതവിശ്വാസി എന്നല്ല, പക്ഷെ അങ്ങനെ ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെ കാറ്റഗറി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോവുക, ടെമ്പിളിൽ പോവുക, അവിടുത്തെ ആരതി എക്സ്പീരിയൻസ് ചെയ്യാന്നാണ്. സോ ആരതി എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ തിരാറെപ്പിക്കുന്ന നല്ല മഴയായിരുന്നു. മഴ കഴിഞ്ഞപ്പോ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്ന് രാത്രി ഫുള്ള് മഴ. ഓക്കെ ഫൈൻ, ഞങ്ങൾ 2 night ഋഷികേശ് പ്ലാൻ ചെയ്ത ഞങ്ങൾ ഓക്കെ മഴയാണല്ലോ, ദെൻ വി ക്യാൻ ഗോ ടു ഡെറാഡൂൺ എന്നായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പാക്ക് ചെയ്ത്
ഡെറാഡൂണിലെത്തി. ഡെറാഡൂണിൽ പോകുന്ന വഴിയൊക്കെ നല്ല മഴ. 2 വീലർ ആയതുകൊണ്ട് തന്നെ മഴയിൽ ഞങ്ങള് ശരിക്കും പെട്ടു. എന്നാലും ഓക്കെ. റൂം എടുത്തു. നമ്മള് മുസൂറി പോയിട്ട് റൂം എടുക്കാന്നുള്ളതില് പോയതാണ്. പക്ഷെ ഞങ്ങൾ ഡെറാഡൂണിൽ എത്തിയപ്പോ തന്നെ ഞങ്ങൾ സ്റ്റേ എടുത്തു. സ്റ്റേ എടുത്ത് കാരണം കുറെ 2-3 ദിവസത്തെ ട്രാവലിംഗ് ഒക്കെ ഉണ്ട്. പ്രോപ്പറായിട്ട് എല്ലാം ഒരു ദിവസം കൊണ്ട് എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറക്കം ഉണ്ടായില്ല. ഉറങ്ങി എഴുന്നേറ്റപ്പോ മുസൂറി പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുസൂറി പോവാൻ പറ്റില്ല പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് എന്താ പറയാ നല്ല മഴയാണ്, റോഡ് ഡാമേജ് ആയി. ഇവൻ തിരിച്ചു പോവാന്ന് പറയുമ്പോഴാണ് ഋഷികേശ് എന്താ പറയാ ഋഷികേശിക്ക് പോവാൻ ഹരിദ്വാറിൽ പോവാനുള്ള റോഡും ഓൾമോസ്റ്റ് ഹൈവേ ഫുള്ള് ലാൻഡ് സ്ലൈഡ് ആയി അല്ലെങ്കിൽ ഫ്ലഡ് ആയി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഒരു ദിവസം അവിടെ വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 1 സൈഡ് റോഡ് ഓപ്പൺ ആയതുകൊണ്ട് പറഞ്ഞു നമുക്ക് 2 വീലർ ആയതുകൊണ്ട് നമുക്ക് പോവാം, എങ്ങനെയെങ്കിലും പോവാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കുറേ റോഡൊക്കെ കറങ്ങിയൊക്കെയാണ് നമ്മൾ അവസാനം തിരിച്ച് ഹരിദ്വാറിലെത്തിയത്. ആ റോഡിൽ വന്നപ്പോ അവിടുത്തെ അതായത് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും ഭയാനകമാണ് അവിടുത്തെ. കാരണം അവിടെ കുറച്ചും കൂടി എന്താ പറയാ ആളുകള് ദാരിദ്ര്യരാണെന്ന് തന്നെ പറയണം. കാരണം അവിടെയൊക്കെ ഫുള്ള് നമ്മൾ NH പോരുമ്പോ 2 സൈഡിലും NH കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് വരുമ്പോ 2 സൈഡിലും എന്താ പറയാ ഈ ഷീറ്റ് കെട്ടിയിട്ടാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്. എല്ലായിടത്തേക്കും വെള്ളമല്ല ചെളിയാണ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ വരുമ്പോ. 2 സൈഡിലും എല്ലാ വീടുകളിലേക്കും അല്ലെങ്കിൽ വീടുകളെന്നല്ല ഷീറ്റുകൾ മറിച്ചിട്ടേ ഉള്ളൂ, അതിലേക്ക് ഫുള്ള് ചെളി കയറിയിട്ട് അവരെല്ലാം റോഡിൽ നിൽക്കുന്നു. ഒരുപാട് റെസ്ക്യൂ ടീം അവിടെ ഉണ്ട്. എന്നാ പോലും നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞങ്ങൾ പൊതുവെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ട് അവിടെ പോയി ഇറങ്ങി ചെയ്യാൻ വിചാരിച്ചാലും ഓക്കെ അവരെങ്ങനെ നമ്മളെ കാണും എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അവിടെ നിന്ന് കണ്ടു നിന്നു എന്നല്ലാണ്ട് നമുക്ക് അവിടെ ഹെൽപ്ലെസ് ആയിരുന്നു. എല്ലാ വീട്ടിലേക്കും ചെളി കയറിയിട്ട് ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്നത്. വീടെന്ന് പറഞ്ഞാൽ 1-2 ഒന്നും അല്ല, 50 മുകളിൽ ഷീറ്റുകൾ കെട്ടിയാൽ നമുക്ക് ഷീറ്റുകൾ മാത്രം കാണാൻ പറ്റും. ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ കിടക്കുവാണ്. അതേപോലെ കൃഷിത്തോട്ടങ്ങളൊക്കെ. പിന്നെ ഓക്കെ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയോ ആ റോഡിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ആ റോഡിൽ നിന്ന് അങ്ങനെ കടന്ന് ഏതൊക്കെയോ വഴി തിരിച്ചുവിട്ട് 2 മണിക്കൂർ കൂടെ എത്തണം. ഞങ്ങളൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഹരിദ്വാർ എത്തിയത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തന്നെ സങ്കടമുണ്ട്. പക്ഷെ ഓക്കെ നെക്സ്റ്റ് ടൈം പോവാലോ എന്നുള്ള കൺസെപ്റ്റിൽ ഞങ്ങൾക്ക് തിരിച്ചു വരണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഓക്കെ. ജൂലി ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ബൈക്കിലാണോ പോയത്? അല്ല ഞങ്ങൾ അവിടെ എത്തിയിട്ട് എന്റെ ട്രാൻസ്പോർട്ടറിൽ നിന്ന് ബൈക്ക് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ പോയതാണ്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ജോലിയുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോ ഗീതു എത്തിയിട്ടുണ്ട്. അപ്പോ ജൂലി ഇവിടെ തന്നെ ഉണ്ടാവണം. നമ്മളെ ഗീതുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗീതു സംസാരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ചോദ്യോത്തരങ്ങളിലേക്ക് വരാം. ഹലോ ഗീതു, ഒന്ന് സംസാരിക്കാമോ? ഗീതുവിനെ കേൾക്കുന്നില്ല. ഗീതു, ഹലോ. ഗീതുവിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹലോ. മൈക്ക് മ്യൂട്ടാണ്. ഗീതുവിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ കേൾക്കാം. ഓക്കെ. താങ്ക് യു ഹേമമൻ. നമസ്കാരം ഗീതു. ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങൾ ഗീതുവിനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇതുവരെ ജൂലിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജൂലിയുടെ അടുത്ത് ഞങ്ങൾ ചോദ്യോത്തരങ്ങളുടെ രീതിയിലേക്ക് കുറെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗീതുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗീതു സംസാരിച്ചതിന് ശേഷം തിരിച്ച് ജൂലിയിലേക്കും പിന്നീട് ഗീതുവിലേക്കും വരാം എന്ന് വിചാരിക്കുന്നു. മിസ് ഗീതു മോഹൻദാസ് യാത്രികയാണ്. ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് എന്ന യാത്രാ സംരംഭത്തിന്റെ സ്ഥാപകയും കൂടിയാണ് ഗീതു. ഒരു സ്റ്റോറി ടെല്ലറാണ് ഗീതു. ഇത് കൂടാതെ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ഡിസൈൻ എഞ്ചിനീയർ കൂടിയാണ്. ഇങ്ങനെ വിവിധ ടൈറ്റിൽസ് ഉള്ള ഒരു വ്യക്തി. 6 വർഷം US ബേസ്ഡ് ആയിട്ടുള്ള ഒരു MNC-ല്
പ്രവർത്തിച്ച് അതിനുശേഷം സ്വന്തം പാഷൻ ആയിട്ടുള്ള യാത്രയുടെ പിന്നാലെ പോയ ഒരു വ്യക്തി കൂടിയാണ്. യാത്രയോടാണ് എൻ്റെ പ്രണയം എന്നാണ് ഗീതുവിന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു മോട്ടോ ആയിട്ട് കാണുന്നത്. യാത്രയോടാണ് എൻ്റെ പ്രണയം. അങ്ങനെ യാത്രയോട് പ്രണയം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വ്യക്തി യാത്രികർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് വെറും ഹോബി ആയിട്ട് യാത്ര തുടങ്ങിയ ഗീതു പിന്നീട് സ്ത്രീകളെ, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വനിതകളെ ഒരുപാട് യാത്രകൾക്കായി കൊണ്ടുപോകുന്ന ഒരു സംരംഭക കൂടിയായി. 2018 ഒരു ട്രാവൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കൊണ്ടാണ് ഗീതു സ്വന്തം കോൺട്രിബ്യൂഷൻസ് നടത്തിയത്. മാത്രമല്ല, ഇപ്പൊ ജൂലി സംസാരിച്ചുകൊണ്ടിരുന്ന റെസ്പോൺസിബിൾ ടൂറിസം, അതായത് ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള യാത്രകളുടെ ഒരു സംഘാടനമാണ് ഗീതു നടത്തുന്നത്. ഗീതുവിന്റെ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ട്. ഗീതുവിന്റെ ബയോഡാറ്റയിൽ പരാമർശിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. കൂടുതൽ വിശദീകരണം ഗീതു തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ടൂറിസം തീർച്ചയായിട്ടും ഒരു സർവീസ് മേഖലയാണ്. പക്ഷെ അതിനെ ഒരു ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം പ്രൊമോഷൻ നടത്തുന്നു എന്നാണ് ഗീതു പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദീകരണം ഗീതു തരും. അതുപോലെ റെസ്പോൺസിബിൾ ടൂറിസത്തില് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു വ്യക്തി ആണ് ഗീതു. ആ മാറ്റങ്ങൾ എന്താണെന്നുള്ളതും ഗീതു തന്നെ നമുക്ക് വിശദീകരിച്ചു തരും. സ്ത്രീകളുടെ യാത്രാ രീതികളിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ ഗീതുവിന് കഴിഞ്ഞിട്ടുണ്ട്. കേരള ടൂറിസം മിഷന്റെ ട്രെയിനർ കൂടിയാണ് ഗീതു. സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ ആണ്. അതുപോലെ തന്നെ അതിലെ ഒരു ട്രെയിനർ കൂടിയാണ്. ഫിയാൻ ബ്രേവൻ പോളാർ എക്സ്പെഡീഷന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഗീതു. ഫിയാൻ ബ്രേവൻ പോളാർ എക്സ്പെഡീഷൻ, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത നേടിയത് എന്നുള്ള കാര്യങ്ങൾ ഗീതു തന്നെ നമുക്ക് വേണ്ടി വിശദീകരിച്ച് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഹിമാലയൻ ട്രെക്കിംഗ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഏറ്റവും സാഹസികത നിറഞ്ഞ ട്രെക്കിങ്ങുകളിൽ ഒന്ന് തന്നെയാണ് ഹിമാലയൻ ട്രെക്കിംഗ്. അതിൽ ഒരു എക്സ്പേർട്ടാണ് ഗീതു. 2020 ICRTയുടെ സിൽവർ അവാർഡ് വിന്നറാണ്. ഗ്ലോബൽ റെസ്പോൺസിബിൾ ടൂറിസം മീറ്റിൽ ഗ്രാസ് റൂട്ട് ലെവൽ ചേഞ്ച് മേക്കർ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു റെക്കഗ്നീഷനും ലഭിച്ചിട്ടുണ്ട്. അവസാനത്തെ ഒരുപാട് യാത്രകൾ കണ്ടക്ട് ചെയ്ത് ലാസ്റ്റ് നടത്തിയിട്ടുള്ള ട്രിപ്പ് ഫിലിപ്പീൻസിലേക്കായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഫിലിപ്പീൻസ് ഒരുപാട് പേര് അതിനെ പറ്റിയിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് ഫിലിപ്പീൻസ്. ഈ വേദിയിൽ വിവിധ രാജ്യങ്ങളിലുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച പ്രവാസികളുണ്ട്. പക്ഷെ ഫിലിപ്പീൻസിലേക്ക് യാത്ര ചെയ്ത വ്യക്തികളോ അവിടുത്തെ അനുഭവങ്ങളോ അധികം ആരും പറഞ്ഞിട്ടില്ല. ഗീതുവിനെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തിയ നാജിയയാണ് ഫിലിപ്പീൻസിൽ കുറച്ചു കാലം താമസിച്ചതിന്റെ അനുഭവങ്ങൾ, വളരെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവച്ചത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഗീതു സംസാരിക്കും. ഗീതുവിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഗീതുവും ജൂലി ജോയും ഒരുമിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ ഗ്ലോബൽ ട്രാവൽ മിഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. രണ്ടുപേരുടെയും മിഷൻ ഏകദേശം ഒന്ന് തന്നെയാണ്. ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ടൂറിസം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രവർത്തനം. അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഗീതു നമുക്ക് വിശദീകരിച്ചു തരും. യാത്രകളും ഗീതു സംഘടിപ്പിച്ചിട്ടുള്ള യാത്രകള്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകള്, ഇന്ത്യയിലും വിദേശത്തും സംഘടിപ്പിച്ചിട്ടുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ഇപ്പൊ പറഞ്ഞു തരും. ഇപ്പോ ഗീതു വളരെ തിരക്കിട്ട ഒരു സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കൂടി ഇവിടെ പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളും കൂടി ഇവിടെ പരാമർശിക്കപ്പെടേണ്ടതാണ്. കാരണം ടൂറിസം സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോവളത്ത് നടക്കുന്ന ഒരു സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗീതു. അതിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ടിയിട്ട്
ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഗീതു വിശദീകരിക്കും. ഗീതുവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഗീതു അറിയാൻ വേണ്ടി പറയാണ്, ഇത് നമ്മളുടെ 50ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ സംസാരിക്കുന്ന 99ാമത്തെ വ്യക്തിയെ കൂടിയാണ് ഗീതു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വരാനും ഇവിടെ വന്ന് സംസാരിക്കാനും പറ്റിയതില്. പ്രത്യേകിച്ച് ഹേമ മാമിനോട് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന യാത്രയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഒരു പ്രത്യേക നന്ദി പറയാണ്. കാര്യം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്ത് നമ്മളെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് തന്നെ ഒരുപാട് സന്തോഷമാണ്. പിന്നെ ഈ ഒരു 50ാമത്തെ ഒരു ഇതിലേക്ക് എത്തുകയും പിന്നെ അതുപോലെ ഞാനിപ്പോ കോവളത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ ഗീതു. നെറ്റ്വർക്കിന്റെ ഒരു വിഷയമുണ്ട്, റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട് ശരി ശരി. നെറ്റ്വർക്ക്. ഞാൻ മാക്സിമം നെറ്റ് പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ അതെ ഇന്ന് സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് കോവളം ഭാഗത്തൊക്കെ നിറയെ ആളുകളാണ്. അപ്പൊ അതിന്റേതായ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇവിടെ ഇന്ന് ഉണ്ട്. ഇന്നലെ ഇത്രയും ഉണ്ടായില്ല. ഓക്കെ, എന്തെങ്കിലും ബ്രേക്ക് വരികയാണെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ മതി. ഞാൻ വേറെ ഏതെങ്കിലും പോയിന്റുകളിലേക്ക് നിൽക്കാം. ഓക്കെ, ഇപ്പൊ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സംസാരിച്ചത് കുഴപ്പമില്ല, ഇതുപോലെ സംസാരിച്ചു. ശരി ശരി. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഒന്നും കൂടി അത് പറയാം കേട്ടോ. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈമിൽ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇടയ്ക്ക് എന്റെ ഒരു പോർഷൻ കഴിഞ്ഞ് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം ചിലപ്പോൾ ഞാൻ കട്ടാവാൻ കാര്യം പ്രോഗ്രാം ഇനി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പ്രോഗ്രാം ആണ്, അറിയാലോ. സമയത്ത് കറക്റ്റ് തീരത്തില്ല ഒന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ യാത്രകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ യാത്ര എന്റെ പാഷനാണ്. വളരെ ചെറിയ കാലം മുതലേ തന്നെ, അതായത് ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന ക്ലാസ്സിൽ മുതൽ, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. ആദ്യമായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യുന്നത് നേച്ചർ ക്യാമ്പുകളായിരുന്നു. അന്ന് പോയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ നിന്ന് ഈ NGOs സംഘടിപ്പിക്കുന്ന പരിപാടികൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും NGOസും ചേർന്ന് നടത്തുന്ന നേച്ചർ ക്യാമ്പുകൾ ഒരുപാട് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുമായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ഉണ്ടായിരുന്നു. ആ NGOയുടെ നേതൃത്വത്തില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് കൂടി ചേർന്നിട്ട് കേരളത്തിന്റെ പല കാടുകളിലും കുട്ടികൾക്ക് നേച്ചറുമായിട്ട്, പ്രകൃതിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാനും അത് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടും കാട്ടിലൊക്കെ കയറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു ആസ് എ ഗുഡ് ട്രാവലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞു തരാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും NGOസും ചേർന്ന് നടത്തുന്ന നേച്ചർ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരുപാട് വർഷമല്ല എന്നാലും കുറെ കാലങ്ങൾക്ക് മുമ്പ്. അപ്പോ അതിന് ആണ് ഞാൻ ആദ്യമായിട്ട് യാത്ര പോകുന്നത്. അങ്ങനെ പോയ ആദ്യത്തെ സ്ഥലം നിലമ്പൂരാണ്. അത് ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നിലമ്പൂരേക്ക് പോകുന്നത്. അപ്പോ അതൊരു ട്രെയിൻ യാത്രയായിട്ടാ പോവുക. എറണാകുളത്ത് നിന്ന്. അന്ന് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ലോങ്ങസ്റ്റ് ട്രെയിൻ ജേർണിയും ശരിക്കും അത് തന്നെയായിരിക്കും. അപ്പൊ ഞാൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് ട്രെയിൻ കയറുന്നു. ഒരു മഴക്കാലാണ്. അപ്പോ നിലമ്പൂര് ആ സമയത്ത് ഷൊർണൂരിൽ നിന്നുള്ള നിലമ്പൂരേക്കുള്ള ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ ജേർണിയാണ്. ആ യാത്രയിൽ ഒരു പരിചയമില്ലാത്ത 10-30 ചേട്ടന്മാരും ചേച്ചിമാരെയും കാണുന്നു. അവരുടെ കൂടെ 3 ദിവസം സ്പെൻഡ് ചെയ്യുന്നു. നിലമ്പൂർ കാടുകളിൽ എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് ട്രക്കിംഗ് നടക്കുന്നത് നിലമ്പൂരിലെ കാടുകളിലാണ്. അപ്പൊ നിലമ്പൂരിലെ കാടുകളില് വെള്ളച്ചാട്ടങ്ങളില് ഒക്കെ ഇറങ്ങി കുളിക്കുകയും എനിക്കെല്ലാം അത്ഭുതമായിരുന്നു ആ സമയത്ത്. അതായത് ഒരു ചിത്രശലഭത്തിനെ കണ്ടാലും, ഒരു പുതിയൊരു ചെടി കണ്ടാലും, ഇടി വെട്ടുമ്പോ കൂണ് മുളയ്ക്കും എന്നുള്ളതൊക്കെ സാറ് അവിടെ ക്ലാസ് എടുക്കാനൊക്കെ വന്ന സാറുമാർ ഇങ്ങനെ പറഞ്ഞു തരികയും എന്നെ പിറ്റേ ദിവസം കൊണ്ടുപോവുകയും ആ കൂണ് പറിച്ചെടുത്ത് വന്ന് കറി ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നതും ഒക്കെ അനുഭവങ്ങളായിരുന്നു ശരിക്കും. ഒരു ആദ്യത്തെ ആ ഒരു പ്രോപ്പർ യാത്രയിൽ കിട്ടിയ കുറെ അനുഭവങ്ങളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് നേച്ചർ ക്യാമ്പുകൾക്ക് സ്കൂളിലെ കൂട്ടുകാരുടെ കൂടെ അല്ല പോകുന്നത്. അതാണ് വ്യത്യാസം. ഞാൻ എന്റെ ടീച്ചർ വേണമെങ്കിൽ ഒരാളുണ്ടാവും, 2 പേരുണ്ടാവും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ സ്കൂളിൽ നിന്ന് പോകുന്ന ട്രിപ്പുകളല്ലായിരുന്നു ഇതൊന്നും, ടൂറുകളല്ലായിരുന്നു. അപ്പൊ അതിനുശേഷം ആ സമയത്ത് 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ശിരുവാണിയിൽ ആദ്യമായിട്ട് പോകുന്നത്. അന്ന് അവിടെ ഒരു പാട്ട്യാർ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇപ്പോഴും ഉണ്ട് പാട്ട്യാർ ബംഗ്ലാവ്.
പക്ഷെ അന്ന് ഞങ്ങള് ചെല്ലുമ്പോ അവിടെ കറണ്ട് ഇല്ല. പിന്നെ ഒന്നുമില്ല. ബേസിക്കലി ഒരു സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ 30 പേര് ഇതേപോലെ തന്നെ ഒരു കുടുംബം പോലെ 3 ദിവസം പട്യാർ ബംഗ്ലാവില് താമസിച്ചു. അവിടെ പായൊക്കെ വിരിച്ച് അങ്ങനെയാണ് കിടന്നത്. അപ്പൊ രാത്രിയും രാവിലെയും ഒക്കെ ആകുമ്പോ മുളകളുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്നറിയില്ല. കുറെ വർഷമായി ഞാനിപ്പോ അവിടെ പോയിട്ട്. പക്ഷെ ആ മുളകള് തമ്മിൽ ഇങ്ങനെ കൂട്ടിയിടിക്കും. കാറ്റ് ഭയങ്കര കാറ്റാണ് ആ ഭാഗത്ത്. അപ്പൊ എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ കാറ്റ് വരുമ്പോ ഈ മുളകള് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോ ഒരു പ്രത്യേക ശബ്ദമുണ്ട് ശരിക്കും. അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ നിലമ്പൂരിൽ സോറി ഈ ശിരുവാണി കാടുകളുടെ ഉള്ളിലൂടെയുള്ള നടപ്പും പിന്നെ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയ കുളിയും ഫോറസ്റ്റുകാര് പറഞ്ഞ കാര്യങ്ങളും നിറയെ അട്ടകളും ഒക്കെ അതാണ് എന്റെ യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്. എങ്ങനെ ഒരു 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 ട്രാവലർ എന്നിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ യാത്ര അല്ലെ അനുഭവങ്ങളാണ് യാത്രകളിൽ നിന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എന്നെ തന്നെ മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ പറയുന്ന നേച്ചർ ക്യാമ്പുകളിൽ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് യാത്രകൾ അവസാനിച്ചിട്ടില്ല. ഇപ്പൊ വരെ ഈ നിൽക്കുന്ന ഈ ഒരു മൊമെന്റ് വരെ കൂടി ഒരു യാത്രകളും അവസാനിച്ചിട്ടില്ല. പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജില് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ആ സമയത്ത് പഠിക്കുമ്പോഴാണെങ്കിലും യാത്രകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ നെല്ലിയാമ്പതിയിലാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യാത്രകൾ പോയിക്കൊണ്ടേയിരുന്നിരുന്നു. പിന്നെ അതിനുശേഷം കോളേജില് ഞാൻ NIT കാലിക്കറ്റില് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മുക്കത്തിന്റെ ഭംഗി വേറൊരു ഭംഗിയാണ്. അപ്പോ അത് കണ്ട് ആസ്വദിച്ച ഞാൻ പിന്നെ അവിടുന്ന് പിന്നെ എത്തപ്പെടുന്നത് ബാംഗ്ലൂര്. ഞാൻ ഹാർഡ്വെയർ ഡിസൈൻ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂര് ജോലി കിട്ടിയപ്പോ അത്രയും നാള് പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല പിന്നെ അവിടെ എത്തിയപ്പോ. പെട്ടെന്ന് 5 ദിവസം ജോലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോവല്ലോ. പെട്ടെന്ന് 5 ദിവസം ജോലി, 2 ദിവസം വെറുതെ ഇരിക്കുക. ഈ 2 ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ വന്നപ്പോ അവിടെ തന്നെ ബാംഗ്ലൂരിന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ മാപ്പ് ചെയ്തിട്ട് യാത്ര പോവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒറ്റയ്ക്കായിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ വരലില്ല അവിടെ. ഒറ്റയ്ക്ക് തന്നെ പ്ലാൻ ചെയ്ത് പോവാന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യം ശനിയാഴ്ച രാവിലെ പോയി ശനിയാഴ്ച വൈകിട്ട് തിരിച്ചെത്തുന്ന യാത്രകളാണെങ്കിൽ പിന്നീട് അത് മാറി ശനിയാഴ്ച പോയിട്ട് ശനിയാഴ്ച പോയി ശനിയാഴ്ച വെളുപ്പിന് രാത്രി ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ എത്തും. ആ ബസ് സ്റ്റാൻഡിൽ ഇരിക്കും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് അന്ന് വൈകിട്ട് കേറും. അങ്ങനെയായി. പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് പോവാനായി. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളും കാണുന്ന ആൾക്കാരും കണ്ട അനുഭവങ്ങളും ഒക്കെ എഴുതാൻ തുടങ്ങി. എഴുതി വെച്ചു, മാർക്ക് ചെയ്തു. കാരണം ഞാൻ ഡോക്യുമെന്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് കാണുന്ന ആൾക്കാരെ അവരുമായിട്ട് മീറ്റ് ചെയ്ത് അതൊക്കെ ആ സമയത്ത് ഫേസ്ബുക്കിലായിരുന്നു എഴുതുമായിരുന്നു കുറച്ച്. അപ്പോ ഫേസ്ബുക്കിൽ നന്നായിട്ട് ഒരു സമയത്ത് പല ഈ ഫേസ്ബുക്കിലെ കൂട്ടായ്മകളിലൊക്കെ പോയ യാത്രാനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതിയിടുമായിരുന്നു. അപ്പൊ അത് ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു എഴുതുന്നതിനകത്ത്. പിന്നെ അന്ന് സമയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പോയ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതി കൂട്ടുക എന്നുള്ളത് ഒരു ഭയങ്കര രസമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അപ്പൊ ആ സമയത്താണ് നമ്മളിങ്ങനെ യാത്ര പോകുന്ന കാണുമ്പോ "ഗീതു ഒറ്റയ്ക്കാണോ പോകുന്നേ? ഒറ്റയ്ക്കൊക്കെ പോവാൻ പറ്റുമല്ലേ?" എന്നൊക്കെ ചോദിച്ച് കുറേ പേരിങ്ങനെ ചോദിക്കും. അപ്പൊ ആ സമയത്ത് തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് എന്നെ നിലമ്പൂർ എന്റെ ആദ്യത്തെ നേച്ചർ ക്യാമ്പിൽ എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോയ നേച്ചർ ക്യാമ്പില് സാറ് എന്നെ അപ്രതീക്ഷിതമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പുള്ളി വിളിച്ചിട്ട് ചോദിച്ചു "ഗീതു നമുക്കൊരു നേച്ചർ ക്യാമ്പ് ഒക്കെ നടത്തണ്ടേ? ഇപ്പൊ കുറേ വർഷമായില്ലേ വന്നിട്ടൊക്കെ. അപ്പൊ നമുക്ക് ഒരു നേച്ചർ ക്യാമ്പ് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അങ്ങനെയാണ് കക്കാടംപൊയിൽ എന്ന് പറയുന്ന നിലമ്പൂര് സോറി നമ്മുടെ മലപ്പുറം കോഴിക്കോട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന അന്ന് കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയൂല. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നോ ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്നോ ഇത്ര റിസോർട്ടുകളോ താമസിക്കാനുള്ള സ്ഥലങ്ങളോ പാർക്കുകളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കക്കാടംപൊയിൽ നമുക്കൊരു ക്യാമ്പ് ചെയ്താലോ എന്ന് സാറ് ചോദിച്ചു. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ ആലോചിക്കുക ദൈവമേ അപ്പൊ ഞാൻ ഓൾറെഡി ഇങ്ങനെ എന്താ പറയാ ബോറടിച്ച് അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ലൈഫിൽ ബോറടിച്ച് നിൽക്കാണ്. എനിക്ക് ആ ഒരു പഴയ എന്റെ യാത്രകൾ തിരിച്ചു പിടിക്കണമെന്നും അങ്ങനെയുള്ള യാത്രകളൊക്കെ പോസിബിൾ ആണെന്നും അറിയാത്ത ഒരു സമയമാണ് ആളുകളുടെ ഇടയിൽ അങ്ങനത്തെ യാത്രകളൊക്കെ പോകാൻ പറ്റുമെന്ന് ആർക്കും അറിയില്ല. എല്ലാരും ഫാമിലി ആയിട്ട് യാത്ര പോകും. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോയി ഏതെങ്കിലും റിസോർട്ടിൽ പോയി വെള്ളം അടിച്ച് നിൽക്കും. ഇതൊക്കെയാണ് യാത്രകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ചിന്ത. അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഓക്കെ ശരി എന്നാ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെയാണ് ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സംരംഭം തന്നെ ഉണ്ടാവുന്നത്. ജസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആയിട്ടിരുന്നത്. അതായത് നിലമ്പൂരല്ല കക്കാടംപൊയിലില്
ഒരു നേച്ചർ ക്യാമ്പ് നടക്കാൻ പോകുന്നുണ്ട്. ഈ നേച്ചർ ക്യാമ്പിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിലേക്ക് വിളിക്കണം. ഇതൊരു സാധാരണ ടൈപ്പ് ട്രാവൽ അല്ല. അത് വിചാരിച്ച് നിങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് വരരുത്. കാര്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. അപ്പൊ ഞാൻ എന്താണോ എന്റെ സ്കൂൾ കാലഘട്ടത്തില് ഞാൻ കണ്ടത്, ഞാൻ അനുഭവിച്ചത്, അത് റീക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ആക്ച്വലി നോക്കിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എഴുതിയിരുന്നു, നിങ്ങൾ ഒരു റിസോർട്ടിൽ താമസിക്കുമ്പോൾ കിട്ടുന്നതല്ല ഇവിടുത്തെ എക്സ്പീരിയൻസ്. ഇതൊരു എക്സ്പീരിയൻഷ്യൽ ഓറിയന്റഡ് ആണ്. ഇവിടെ വന്നാൽ നിങ്ങൾ നമ്മൾ ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും കുക്ക് ചെയ്യുന്നത് ഭക്ഷണം. ക്യാമ്പ് ഫയർ അടിച്ചു പൊളിക്കും. രാവിലെ ബേർഡ് വാച്ചിങ്ങിന് നമ്മൾ പോകും. പിന്നെ മഴ വന്നാൽ മഴ നനയും. ചിലപ്പോ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ ഇതൊക്കെ കൂടി ചേർത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആരെങ്കിലും വരുമോ ഇല്ലയോ. കാര്യം അങ്ങനെ ഒരു പോസ്റ്റ് 2015 അങ്ങനെ പോയ ആര് വരാനാന്ന് വിചാരിച്ചപ്പോ എനിക്കൊരു 100ഓളം കോളുകളാണ് ശരിക്കും വന്നത്. അതിൽ തന്നെ വരാൻ തയ്യാറായ 30 പേരോട് കാര്യം അത്രയും പേർക്കൊന്നും താമസിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അവിടെ. പക്ഷേ ഈ എന്താ പറയാ, ഒരുമയുണ്ടെങ്കിൽ ഓലക്കയിലും കിടക്കാന്ന് പറയുന്ന പോലെ അന്ന് അങ്ങനെ നമ്മളെല്ലാരും കൂടി ചെന്ന് അവിടെ എത്തി. അവിടെ എത്തിയതിനു ശേഷം അതാണ് വന്ന ആളുകളുടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് വാസ് സോ ഗുഡ്. അത്ര നല്ലതായിരുന്നു നമ്മുടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ. കാര്യം അന്ന് എന്റെ കൂടെ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവര് ഇന്ത്യയിലെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു. അതായത് ഡൽഹിയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, പിന്നെ ബംഗാളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ നിന്നുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, കേരളത്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള 30 യങ് മൈൻഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്നത്. ഭയങ്കര വൈബ്രന്റ് ആയിരുന്നു ആക്ച്വലി. സോ അവരൊന്നും തന്നെ ഇങ്ങനെ ഒരു നേച്ചർ ക്യാമ്പിനെ കുറിച്ചിട്ടോ ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടേ കേട്ടിട്ടില്ല ആരും. സോ നമ്മൾ അവിടെ എത്തുന്നത്, അന്ന് പൈസയും ഇല്ല കയ്യിൽ. ആക്ച്വലി പറഞ്ഞ പൈസ ഒന്നും ഇല്ല ആരുടെയും കയ്യിൽ പോവാൻ. എന്റെ കയ്യിലും ഇല്ല പൈസ പോവാനായിട്ടൊന്നും. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങള് പോകുന്നത് KSRTC, നമ്മുടെ ആ 3 സീറ്റുള്ള നമ്മള് പോകുന്നില്ല. അത്ര ലോങ് ജേർണി ആണെങ്കിൽ കൂടി അതിൽ കയറിയിട്ടാണ് നമ്മള് പോകുന്നത്. അപ്പൊ തന്നെ കുറെ പേര് ചോദിച്ചു, ആരാണ് ഒരു ടൂറ് KSRTC ബസ്സിൽ കയറി പോകുന്നത്. കുറെ പേർക്ക് അതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. KSRTC ബസ്സിൽ കയറി ആരാണ് ടൂറ് പോകുന്നത് എന്ന്. പക്ഷെ നമ്മുടെ കയ്യില് നമുക്കത് ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. അങ്ങനെ KSRTC ബസ്സിൽ കയറി നടുവെല്ലാം ഒടിഞ്ഞ പോലെയാണ് അവിടെ എത്തിയത്. കാര്യം ഇരുന്നിരിപ്പാണ് ഇത്രയും ദൂരം. ഏകദേശം ഒരു 9 മണിക്കൂറിന്റെ ജേർണി ഉണ്ട് മൊത്തത്തില്. അപ്പൊ അതില് ഈ പറയുന്ന ആൾക്കാരെല്ലാത്തിനെയും ബാംഗ്ലൂരിൽ നിന്നും കൂട്ടി നാട്ടിൽ നിന്നുള്ള ആൾക്കാരോട് അവിടേക്ക് വരാൻ പറഞ്ഞ് അങ്ങനെ പോകുന്നു. അവിടെ എത്തിയപ്പോ മഴ. ഞങ്ങൾ 2015 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മളുടെ ആദ്യത്തെ യാത്ര നടക്കുന്നത്. അപ്പൊ ഓഗസ്റ്റില് മഴയാണ് ആ സമയത്ത്. അപ്പം നമ്മളങ്ങനെ ഒരു പ്രിക്കോഷൻസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് പോണെങ്കിൽ നടന്നു വേണം, ട്രക്ക് ചെയ്ത് വേണം കേറി പോവാനായിട്ട്. അപ്പൊ പോകുന്ന സമയത്ത് ആരുടെയും കയ്യിൽ കുടയില്ല, ഒരു ഇതും ഇല്ല, റെയിൻകോട്ടും ഇല്ല. ഫുള്ള് ബാഗ് അടക്കം സകല സാധനവും നനഞ്ഞാണ് മേളിലേക്ക് എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം എന്നെ ചീത്ത വിളിക്കും. ഇത് ഇത്രയും പ്രിപ്പയർ ചെയ്യാണ്ടാണോ ഗീതു വന്നേക്കുന്നതെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, ഇത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞങ്ങൾ ഇങ്ങനെ മഴ നനയുന്നത് എന്ന്. അപ്പൊ അതാ അന്നാണ് എനിക്ക് ആ ഒരു ഓരോന്നോരോ സ്പാർക്കായിരുന്നു ശരിക്കും പറഞ്ഞാ. അതായത് മഴ നനയുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ്, ഒരുമിച്ച് താമസിക്കുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ്, കാട്ടിക്കൂടി ട്രക്ക് ചെയ്യുന്നത്, രാത്രി പോകുന്നത്, ക്യാമ്പ് ഫയർ ഇടുന്നത്, വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത്, ഒരു പുതിയ കിളീനെ കാണുമ്പോൾ അതിന്റെ ശബ്ദം മനസ്സിലാക്കുന്നത്, ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ എക്സ്പീരിയൻസ് ആണ് ഹലോ. പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്ക് പിന്നെ ഒരു എന്താ പറയാ, എല്ലാവരുടെയും ഒരു താല്പര്യമായിരുന്നു ഓരോ യാത്രകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാരും വരികയാണ്, അവർക്ക് ഓരോ സ്ഥലം ചോദിക്കാണ്. ആ യാത്ര കഴിഞ്ഞത് തുടങ്ങി അടുത്ത എപ്പോഴാന്ന് ചോദിച്ച് അങ്ങനെ നമ്മള് ഇങ്ങനെ എന്താ പറയാ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അട്ടപ്പാടിയില് എല്ലാം അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ആ 2015 കക്കാടംപൊയിലിലെ ആദ്യത്തെ യാത്ര എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കാം, മൂന്നാറിലേക്ക് പോയിട്ടില്ല, തിരുവനന്തപുരത്തെ കോവളത്തേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ തായ്ലൻഡിലേക്ക് പോയിട്ടില്ല. കേരളത്തിനകത്തുള്ള കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അടുത്ത യാത്ര അട്ടപ്പാടിയിലായിരുന്നു.
അട്ടപ്പാടിയില് നെല്ലിക്ക എന്ന് പറയുന്ന ഒരു ഫാം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ബാരൻ ആയി കിടന്ന ഒരു ലാൻഡിനെ എന്റെ തന്നെ ഒരു സാറുമാരിൽ ഒരാൾ എടുത്ത് കൃഷി ചെയ്ത് അവിടെ നെല്ലിക്കാത്തോട്ടം ഉണ്ടാക്കി. എന്നിട്ട് ആ സ്ഥലത്തിന് ഞങ്ങള് നെല്ലിക്കാന്ന് പേരിട്ടു. അപ്പോ എന്നിട്ട് അവിടേക്ക് ആളുകളൊക്കെ അതായത് ബാരൻ ലാൻഡ് ആയതുകൊണ്ട് അവിടെ ആന അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിരിച്ചു പോയത്. അപ്പൊ അതെല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. അവിടെ ഒരു കുഞ്ഞ് ഏറുമാടവും ഒരു കുഞ്ഞു വീടും അവിടെ 10-30 പേര് താമസിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുമ്പോ അതെന്ന് എങ്ങനെ താമസിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. പക്ഷെ അങ്ങനെ അട്ടപ്പാടിയിൽ വന്നു. ഒരുപാട് യാത്രകള്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് യാത്രകള്. അതിനിടയ്ക്ക് ആണ് 2015 തന്നെ ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരല്ലേ. ഇന്നിപ്പോ നിങ്ങൾ നോക്കി ഇൻസ്റ്റാഗ്രാമിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്ന് പറഞ്ഞ് ഒരുപാട് കാണുന്നുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്നത് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പുതിയൊരു കോൺസെപ്റ്റ് ആണെന്നാണ്. 2015 എന്റെ കൂടെ വന്നതിൽ 30 പേരിലും പരിചയമില്ലാത്തവരാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ പോയ സമയത്താണ് കുറച്ച് പെൺകുട്ടികള് നമ്മളെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നേ, ഇത് പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ വിടാനായിട്ട് എന്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് വരണംന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങൾ ആസ്വദിക്കുന്നതൊക്കെ കണ്ട് വരണംന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. കാര്യം വീട്ടുകാർ വിടുന്നില്ല. അപ്പോഴാണ് ഞാൻ സ്വയം തന്നെ ഐഡന്റിഫൈ ചെയ്തത് പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അതായത് അവർക്ക് യാത്ര ചെയ്യണമെന്നും സ്ഥലങ്ങൾ കാണണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അവരെ റെസ്ട്രിക്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. നമ്മുടെ ആ ഒരു ചിന്താഗതി തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൂടാ നമുക്ക്? നമുക്ക് അവർക്ക് വേണ്ടി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് എ വുമൺ ട്രിപ്പ്. അതായത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ പെർമിഷൻ കിട്ടാനുള്ള കുറെ പോയിന്റുകളിൽ ഒരു പോയിന്റ് അപ്പൊ തന്നെ സോൾവ് ആയി. അറിയാത്ത ആണുങ്ങളുടെ കൂടെ പോകുന്നത് എന്തിനാണ്? ഇതൊക്കെയാണ് വീട്ടിൽ നിന്നുള്ള ചോദ്യം. സോ ആ ചോദ്യം മാറിയല്ലോ ആദ്യം തന്നെ. ഗീതു എന്ന് അറിയുന്ന ആളാണ്, ഒരു പെൺകുട്ടിയാണ് നടത്തുന്നത്. എന്നാ പിന്നെ ആ കുട്ടിയുടെ കൂടെ പോവുകയാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു, അപ്പോഴും കുറെ സംശയങ്ങളുണ്ട്. എന്നാൽ പോലും അതിൽ നിന്നൊരു വലിയൊരു ഒരു ഒരു ബ്ലോക്കിംഗ് പോയിന്റിനെ മാറ്റിയെടുക്കാൻ പറ്റി. അങ്ങനെയാണ് ഞങ്ങളുടെ തന്നെ സൃഷ്ടി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു യാത്രാ കൂട്ടായ്മ ഉണ്ടാവുന്നത്, സൃഷ്ടി. അപ്പൊ സൃഷ്ടിയില് സ്ത്രീകള് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. എന്നെ അവരുടെ എല്ലാരും വിളിച്ചിട്ടുണ്ട്. അച്ഛനും ഹസ്ബൻഡും പിന്നെ അമ്മയും ഒക്കെ വിളിച്ച് ഞാൻ കൺവിൻസ് ചെയ്യണം. കുഴപ്പമില്ല ചേച്ചി, കുഴപ്പമില്ല ആന്റി, ഞങ്ങള് സേഫ് ആണ്, അമ്മ പോയി വരാം, അങ്ങള് പേടിക്കണ്ട, ചേട്ടൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആദ്യം വീട്ടുകാർക്ക് കോൺഫിഡൻസ് കൊടുത്താൽ മാത്രമേ വരുള്ളൂ. അത് കുറെ ബുദ്ധിമുട്ടിയാണ് ശരിക്കും സ്ത്രീകള് യാത്രയിലേക്ക് ഇറങ്ങും. കാര്യം അവിടെ വേണ്ടത് ഒരു വലിയൊരു സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസമായിരുന്നു. അത് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഇന്നിപ്പോ നമ്മൾ കാണുമ്പോൾ ഒരു 1000 സ്ത്രീ യാത്രാ കൂട്ടായ്മകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഇന്ന് ഈസി ആണെങ്കിൽ അന്ന് അത് ഞങ്ങള് കുറെ പേര് ഇതേപോലെ തന്നെയുള്ള കുറച്ച് ആളുകൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് സ്ത്രീകളുടെ യാത്രാ പാറ്റേണിൽ ശരിക്കും പറഞ്ഞ ഒരു സ്വഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. പിന്നെ അങ്ങോട്ടേക്കൊന്നും നോക്കേണ്ട വന്നിട്ടില്ല. കോവിഡ് വന്ന് ഒരു ഒന്ന് പ്രശ്നം ഉണ്ടായത് ഒഴിച്ച്. ഗീതു ഗീതുവിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇപ്പൊ ചോദിച്ചോളൂ. പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഉം, ഗീതു പറഞ്ഞു പലരെയും കൺവിൻസ് ചെയ്യേണ്ടി വന്നു, വീട്ടുകാരെ ഉം, എല്ലാവരെയും, സ്ത്രീകളെ ഉം. യാത്ര കൊണ്ടുപോകുമ്പോ. ഗീതുവിന്റെ പശ്ചാത്തലത്തില് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഗീതുവിന്റെ ബാക്ക്ഗ്രൗണ്ടില് അങ്ങനെ എൻ- എതിർപ്പുകൾ വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതല്ലേ? അപ്പൊ അതെ. അതെങ്ങനെയാണ് മറികടന്നത്? അത് എന്താന്ന് വെച്ചാ എല്ലാ എന്റെ വീട്ടിലൊരു ഗുണം ഉണ്ടായിരുന്ന വെച്ചാൽ എന്റെ അച്ഛൻ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതായത് അച്ഛന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും മാറി നിൽക്കല്ല. പകരം എല്ലാം സ്വന്തം തന്നെ ചെയ്യണം എന്നുള്ളത് എന്റെ അച്ഛന്റെ ഒരു വാശിയായിരുന്നു. എന്ന് കരുതിയിട്ട് ഭയങ്കര സൂപ്പർ ലിബറൽ ആണെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യിക്കണം. ഇപ്പൊ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാനാണെങ്കിലും നീ കറണ്ട് ബില്ല് അടയ്ക്കണം. കടയിൽ പോകണം നീ തന്നെ പോകണം. ഇത് വാങ്ങാനാണെങ്കിൽ നീ തന്നെ പൈസ കൊടുക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അമ്മ നേരെ തിരിച്ചായിരുന്നു. അമ്മയ്ക്ക് എല്ലാത്തിനോടും ഒരു പേടിയായിരുന്നു. അമ്മ സാധാരണ ഒരു 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 ഫാമിലിയിൽ നിന്നും ഒക്കെ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു പേടിയായിരുന്നു എല്ലാത്തിനോടും. ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്ക് വിടുന്നതും ഒക്കെ പേടിയായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ആ പേടി എന്ന് പറഞ്ഞ സാധനം എന്റെ അടുത്ത് കൂടി പോലും പോയിട്ടില്ല. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഒരു ഏതാണ് മോശം ഏതാണ് നല്ലതെന്ന് അറിയാനുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വളരെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പൊ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വീട്ടിൽ ചോദിക്കുമല്ലോ ഞാൻ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോ ശരിക്കും ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നു എന്ന് പറയുമ്പോ അടുത്ത ചോദ്യം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കൂടെ ആരാ ഉള്ളതെന്നാണ് ചോദിക്കുക, എത്ര പേര് കൂടെ ഉണ്ടെന്ന്. മിക്കതും എന്റെ യാത്രകൾ തുടങ്ങി എല്ലാ യാത്രകളും തന്നെ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ കള്ളത്തരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ 10 പേരുണ്ടെന്നോ 5 പേരുണ്ടെന്നോ ഒക്കെ ഞാൻ പറയും. കൂടെ എന്ന് പറയുന്നത് ആ ബസ്സിലായിരിക്കും ആൾക്കാരുണ്ടാവുന്നത്. അപ്പൊ ഞാൻ അമ്മയടുത്ത് അമ്മ പേടിക്കണ്ട, എന്റെ കൂടെ ദാ ഇവിടെ 10 പേരുണ്ട് 5 പേരുണ്ട് എന്നങ്ങ് പറയും. അങ്ങനെ അങ്ങനെ കുറെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആശ്വാസാ. ആഹാ, ഓ 10 പേരുടെ കൂടെയാണല്ലേ പോയെ, ഓ 5 പേരുടെ കൂടെയാണല്ലേ പോയെ, അപ്പൊ മോള് സേഫ് ആണ് എന്നുള്ളൊരു തോന്നൽ അമ്മയ്ക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. അപ്പൊ എനിക്ക് വെറുതെ അമ്മേനെ ടെൻഷൻ അടിപ്പിക്കാതെ അച്ഛനെ ടെൻഷൻ അടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. തിരിച്ചു വരുമ്പോ ഞാൻ പറയും ഞാൻ ഒറ്റയ്ക്കാട്ടോ പോയെന്ന് പറയും. അപ്പൊ അയ്യോ നീ ഒറ്റയ്ക്കാണോ പോയ? അപ്പൊ ഒരു ഓക്കെ. പിന്നീട് അങ്ങനെ ഒരു പക്ഷെ പിന്നെ ഇപ്പൊ KSRTC-യിലാണെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ബസ്സിലുള്ള ആളുകൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മള് എല്ലാവരും അവിടേക്ക് തന്നെ പോകുന്നവരായിരിക്കും മിക്കവാറും, അല്ലേ? അല്ല അങ്ങനെ നിർബന്ധമില്ല. ഇപ്പൊ ഞാനിപ്പോ ഫോർ ഇല്ല. എക്സാമ്പിൾ ഞാനിപ്പോ ആദ്യമായിട്ട് കൂർഗിലേക്ക് പോയ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നാണ് കൂർഗിലേക്കുള്ള ബസ് കയറുന്നത്. അപ്പൊ ആ സമയത്ത് കൂർഗിലേക്ക് വരുന്ന ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക് എല്ലാവരുടെയും ഉദ്ദേശം ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകണം എന്നായിരിക്കണം എന്നില്ല. അവര് കൂർഗിൽ അവരുടെ വീടുണ്ടാവും, വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. പക്ഷേ നമ്മള് അവിടെ ചെന്ന് കഴിയുമ്പോ ഞാനിപ്പോ എന്താ ചെയ്യാ, എന്റെ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൂർഗിലേക്കുള്ള KSRTC ബസ് കർണാടകയുടെ ബസ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ കൂർഗിലേക്ക് എത്തുന്നത്. കൂർഗിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പോ ബസ് സ്റ്റാൻഡിലുള്ള വാഷ്റൂമിൽ പോയിട്ട് പല്ല് തേച്ചു, ഡ്രസ്സ് മാറി. ബസ് സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ടാണ് ഡ്രസ്സ് മാറിയത്. അന്നത്തെ യാത്രകളാണ് കേട്ടോ ഡ്രസ്സ് മാറിയത്. എന്നിട്ട് കുളിക്കൽ എന്ന പരിപാടി ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും എവിടെയൊക്കെ പോകണം എന്നുള്ളതിന്റെ. ഞാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് എവിടെ പോവാണെങ്കിലും. അപ്പൊ അത് നോക്കിയിട്ട് അവിടെ നിന്ന് എങ്ങനെ പോകാൻ പറ്റും എന്ന് നോക്കും. ചിലപ്പോ അങ്ങോട്ടേക്കുള്ള ഷെയർ ഓട്ടോകൾ ഉണ്ടായിരിക്കും. ഷെയർ ഓട്ടോ ഉണ്ടെങ്കിൽ ഷെയർ ഓട്ടോ കയറി പോകും. അല്ല ബസ്സാണ് പോണെങ്കിൽ ബസ്സിൽ പോകും. എന്നിട്ട് തിരിച്ച് രാത്രി ഒരു ഇന്ന ടൈമിനുള്ളിൽ ഞാൻ തിരിച്ച് എവിടെ തന്നെ എത്തും, ബസ് സ്റ്റാൻഡിൽ തന്നെ എത്തും. അല്ല റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ എത്തും. ഇപ്പൊ കൂർഗിൽ പോയപ്പോ ഞാൻ ബസ് സ്റ്റാൻഡിൽ തന്നെ എത്തി. എന്റെ ബസ് പിറ്റേ ദിവസം വെളുപ്പിനെ 3 മണിക്ക് 4 മണിക്ക്. അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇരുന്ന് ഉറങ്ങാൻ പറ്റുമോ ഉറങ്ങും. ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഉറങ്ങും. ടോയ്ലറ്റ് സൗകര്യം ബസ് സ്റ്റാൻഡിൽ ഉള്ളതുകൊണ്ട് ടോയ്ലറ്റ് ഉപയോഗിച്ചു. ഭക്ഷണം ഹോട്ടൽസിൽ ഏതെങ്കിലും പോയി റെസ്റ്റോറന്റ്സിൽ പോയി കഴിച്ചു. അപ്പൊ ഇത് വളരെ നോർമൽ ആയിട്ട് ചെയ്യാം. അവിടെ ആരും നമ്മൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നില്ല. പോകുന്ന ഷെയർ ഓട്ടോയിലാണെങ്കിൽ ഷെയർ ഓട്ടോയിൽ പോകും. എന്നെ ഇതുവരെ ആരും അങ്ങനെ ഒരു ലെവലിൽ നോക്കിയതായിട്ട് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ യാത്രകളൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്റെ പല യാത്രകളും. കൂർഗിലൊക്കെ പോയി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഏതാണ്? ഏത് വർഷമായിരിക്കും? 2015 തന്നെയാണ്. 15 അല്ല, 2012 അല്ല 13 14 ആ സമയത്തൊക്കെ. ഓക്കെ. ആ സമയത്താണ് വളരെ പോയിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 80s-ലും 90s-ലും ഒക്കെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു സിനിമയ്ക്ക് പോണെങ്കിൽ പോലും ഒരുപാട് കടമ്പകൾ കടക്കണം. അപ്പൊ അതെ അതെ, അങ്ങനെയുള്ള ഇപ്പോഴും ഒരു അങ്ങനെ തന്നെ കാലത്ത് ഉണ്ട്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതിനകത്ത്. പിന്നെ കുട്ടികൾ കുറച്ചുകൂടി ബോൾഡ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ. പാരന്റ്സിന്റെ പിന്നെ നല്ല കുറച്ചും കൂടി ഒരു ലിബറൽ ആണ് ഇപ്പൊ. അപ്രോച്ച് ഒക്കെ കുറച്ചും കൂടി ലിബറൽ ആണ്. അത്രേ ഉള്ളൂ. പിന്നെ പക്ഷെ ഞാൻ ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഞങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട് പലയിടത്തും. ഉണ്ട്. പക്ഷെ ലോകം കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി ഒറ്റയ്ക്ക് തിരിച്ചാൽ ഞങ്ങളെ പിന്നെ വീട്ടിൽ തിരിച്ച് കേറ്റുന്നുള്ള ഒരു ഉറപ്പും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ഒരു യാത്രയ്ക്കും പോയിട്ടുമില്ല. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് യാത്രകളൊക്കെ. അപ്പൊ ഒരുപാട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് വീട്ടില്. പിന്നീട് മനസ്സിലായി ഗീതു പോയാൽ തിരിച്ചു വരും എന്നുള്ളൊരു കോൺഫിഡൻസ് അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. ഞാൻ വേറെ എവിടെയും പോകുന്നില്ല എന്നുള്ളതുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും യാത്ര പോകുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പറയാറ് പോലുമില്ല ഞാൻ പോയിട്ടുണ്ട്. ചിലപ്പോ ഞാൻ അവിടെ എത്തിയിട്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വട്ടം സിംഗപ്പൂർ വഴി ഫിലിപ്പീൻസ് പോയത് സിംഗപ്പൂർ വഴിയാണ്. ഞാൻ സിംഗപ്പൂർ എത്തിയതിനു ശേഷമാണ് ഞാൻ അമ്മേന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ സിംഗപ്പൂർ ആട്ടോ. അപ്പൊ അമ്മ ചോദിക്കും ഇത്ര പെട്ടെന്ന് അവിടെ എത്തിയോ? അങ്ങനെ അപ്പൊ അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യവും ഇല്ല. ഇപ്പൊ അങ്ങനെ ഒരു പറച്ചിലും ഇല്ല. എവിടെയാണെന്ന് അന്വേഷിക്കുക അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യം ഇല്ലാത്ത ലെവലിലേക്കുള്ള നമ്മുടെ കോൺഫിഡൻസ് കുടുംബത്തിലെ അവർക്ക് കിട്ടി. കുടുംബത്തിലെ മറ്റ് സ്ത്രീകളെ യാത്രയ്ക്ക് കൊണ്ടുപോകാനായിട്ട് അവരെ പ്രേരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെയുള്ള പിന്നെ യാത്ര പിന്നെ ഉറപ്പായിട്ടും നമ്മള് യാത്ര ചെയ്യുന്ന കാണുമ്പോ ശരിക്കും പ്രേരിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അസൂയ കൊണ്ടാണോ കുശുമ്പ് കൊണ്ടാണോ ഇൻസ്പിറേഷൻ കൊണ്ടാണെങ്കിലും എല്ലാരും പോകുന്നുണ്ട്.
എല്ലാവർക്കും യാത്രയാണ്. ഇപ്പൊ എന്റെ അമ്മ തന്നെ എത്രയോ യാത്ര, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നതിനോട് അമ്മയ്ക്ക് അത്ര ഇഷ്ടമില്ല. പക്ഷെ എന്നാൽ കൂടി നമ്മുടെ തന്നെ സ്ത്രീ സൃഷ്ടിയുടെ കൂടെ ഉള്ള എത്രയോ യാത്രകൾക്കാന്നറിയാം അമ്മ വരുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമാണ് വരാനായിട്ട്. അച്ഛനും പോവും ഇതുപോലെ. ഇപ്പം സൈലന്റ് വാലി പല ട്രക്കിങ്ങുകള്. അച്ഛനച്ഛൻ ഭയങ്കര യാത്ര ഇഷ്ടമുള്ള ഭയങ്കര യാത്രക്കാരനാണ് അച്ഛൻ. അപ്പം കാശ്മീർ വന്നിട്ട് പിന്നെ അച്ഛൻ പഞ്ചാബ്, പിന്നെ ഹരിയാന, ഉത്തർപ്രദേശ്, അങ്ങനെ ഫുള്ള് കറങ്ങിയിട്ടാണ് പിന്നെ അച്ഛൻ തിരിച്ചു വന്നത്. ഈ സൃഷ്ടിയുടെ യാത്രകൾ ഇന്ത്യക്ക് അകത്ത് മാത്രമാണോ അതോ പുറത്ത് ഉണ്ടോ? അല്ലല്ല, ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ സൃഷ്ടിയുടെ യാത്രകള് എല്ലായിടത്തും നടക്കുന്നുണ്ട്. തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 14 ട്രിപ്പ് അറ്റ് എ ടൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൂടുതലും വുമൺ ശരി. ഓൺലി ട്രിപ്പുകളാണ്. ശരി. ഇപ്പൊ അതെ. പോയിട്ടുള്ള ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ്? ഈ 14 ഏറ്റവും പ്രമുഖമായ സ്ഥലങ്ങളൊന്ന് പറയാമോ? അതുപോലെ ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങള് നമ്മള് അതെ. സാധാരണ പോകാത്ത സ്ഥലം. ഇപ്പൊ അറ്റ് പ്രസന്റ് നടക്കുന്നതില് ഒന്ന് ഗണ്ടിക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് ആന്ധ്രാപ്രദേശിൽ ഉള്ള ഒരു സ്ഥലം. അവിടെ ഇപ്പോ അറ്റ് പ്രസന്റ് എത്ര പേരുണ്ട്? മൊത്തം 28 പേര് പെണ്ണുങ്ങൾ മാത്രമാണ്. അതിനകത്തൊരു റഷ്യൻ ലേഡിയും കുട്ടിയും ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ശരി. അത് അതെ, ഒരു റഷ്യൻ ലേഡിയും അവരുടെ 3 വയസ്സുള്ള ഒരു കുട്ടിയും അവര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അവര് നമ്മുടെ കൂടെ യാത്ര ചെയ്ത് എന്താ ഇപ്പൊ അവരിന്നിപ്പോ ഗണ്ടിക്കോട്ടയുടെ പ്രത്യേകത എന്താണ്? ഗണ്ടിക്കോട്ടനെ ഗണ്ടിക്കോട്ട. ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. അവിടെയാണ് നമ്മുടെ എന്താ പറയാ, ഗ്രാൻഡ് കാനിയോൺ ഓഫ് അമേരിക്കയിൽ അറിയാലോ. അതെ അതെ. ഗ്രാൻഡ് കാനിയോണിനെ പോലെ അതുപോലെ തന്നെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടോ? ഇന്ത്യയില് ഒരു 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 അതെ, അത് കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, ശരിക്കും ജോഗ്രഫിക്കൽ വണ്ടർ എന്നൊക്കെ പറയാം. ആന്ധ്രാപ്രദേശിലാണ് അത് നിൽക്കുന്നത്. അതായത് നദി ഒഴുകി 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 വലിയൊരു ഗർത്തമാണ് ശരിക്കും രൂപപ്പെട്ടേക്കുന്നത്. അതിനിടയിൽ ഇപ്പൊ നദി താഴെ എത്തി, ഒഴുകി അന്ന് കോടിക്കണക്കിന് വർഷം മുമ്പേ നദി ഒഴുകി ഒരു വലിയൊരു ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ ഗീതുന്റെ. ഹലോ അതില് ഹലോ. നദി ഒഴുകി ഒഴുകി ഇടയ്ക്ക് ഉണ്ടായ കേവ്. ഗീതുന്റെ കേട്ടില്ല. ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആയി. ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. ബേലും എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട്. അപ്പൊ അത് ഇതുപോലെ നദി ഒഴുകി ഒഴുകി ഉണ്ടാക്കുന്ന കേവാണ്. അപ്പൊ അവിടെ യാത്ര നടക്കുന്നുണ്ട്. പിന്നെ ചെട്ടിനാട് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഇപ്പൊ റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചെട്ടിനാട്, അത് കൾച്ചറലി ഡിഫറെന്റ് ആണ്. ചെട്ടിയാർ കമ്മ്യൂണിറ്റിയുടെ മാൻഷനുകളാണ് അവിടെ ഉള്ളതൊക്കെ. അപ്പൊ ചെട്ടിനാട് ഇങ്ങനെ ഇപ്പൊ ആർക്കിടെക്ചറൽ തന്നെ ബ്യൂട്ടി ഉണ്ട് അല്ലേ? അതെ അതെ, ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഉണ്ട്. തായ്ലൻഡിൽ യാത്ര നടക്കുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ്, ഗവി, മീശപ്പുലിമല, കൊറേ സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ യാത്രകള്. ശരി. അതെ അതെ. നാളെ രാവിലെ ആണെങ്കില് എവിടെയായിരുന്നു, നമ്മുടെ പാലക്കാടുള്ള, അയ്യോ, ഞാൻ ആദ്യമായിട്ട് യാത്ര പോയ സ്ഥലം തന്നെ പെട്ടെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല. പോയി നാളെ രാവിലെ തുടങ്ങുന്ന വൺ ഡേ ജേർണി ഉണ്ട് അവിടെ. ശിരുവാണി അത് തന്നെ. ശിരുവാണിയിൽ നാളെ യാത്ര. അതെ അതെ അതെ, വൺ ഡേ ട്രിപ്പ് ശിരുവാണിയിൽ നാളെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യാത്രകൾ ഇങ്ങനെ എല്ലായിടത്തും കുറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോ നന്നായിട്ട് അതിങ്ങനെ പോകുന്നുണ്ട്. അതിലൊരു സന്തോഷം. പിന്നെ എന്റെ യാത്രകൾ ഞാൻ ഇങ്ങനെ യാത്ര നടത്തുന്നു എന്ന് കരുതിയിട്ട് ഞാൻ യാത്ര ചെയ്യാതിരിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ഫിലിപ്പീൻസിൽ യാത്ര ചെയ്ത് 30 ദിവസമായിരുന്നു ഫിലിപ്പീൻസിൽ. അത് വേറൊരു അത് ഒറ്റയ്ക്കായിരുന്നു എന്റെ യാത്ര മൊത്തം. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക് ശരിക്കും. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ യാത്രയല്ല ഡിഫിക്കൽട്ട്, യാത്രയുടെ പ്ലാനിങ് സ്റ്റേജ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാര്യം നേരത്തെയൊക്കെ ഒരു പുസ്തകത്തിലോ എന്തെങ്കിലുമൊക്കെ വായിച്ച് അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാക്കി, അല്ലെങ്കിൽ ആ പോയ ആളുകളുടെ അനുഭവമൊക്കെ വായിച്ചിട്ടൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. പക്ഷെ ഫിലിപ്പീൻസിനെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു റെഫറൻസ് പുസ്തകങ്ങളൊന്നുമില്ല. എങ്കില് കൃത്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർ എഴുതിയിരിക്കുന്ന ഒരു ട്രാവലോഗ് പോലും ഒന്നുമില്ല. കാര്യം ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7600 ഐലൻഡുകളാണ്. ഈ ഐലൻഡുകളിലേക്ക് പോയ ആളുകൾ എഴുതിയിട്ടുണ്ട്. മലയാളികളല്ല, ഇപ്പൊ യൂറോപ്യൻസ് ഒക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ യൂറോപ്പിൽ ഇപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഒരാൾ എഴുതിയ ഇത് വെച്ച് നമുക്ക് റെഫറൻസ് എടുക്കാൻ പറ്റില്ല. കാര്യം ഐലൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ നിയറസ്റ്റ് ഐലൻഡിൽ ഫ്ലൈറ്റ് ഇറങ്ങുക. അതുപോലെ ഏത് രാജ്യത്തുള്ള ആള് വരുന്നോ അവര് ഇറങ്ങുന്നത് അവരുടെ നിയറസ്റ്റ് ഐലൻഡിലേക്കാ. നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല ചിലപ്പോ. അപ്പോ ഇത് കാരണം ഇത് എന്താണ് ഓരോ ഐലൻഡിലുള്ളത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അതിന്റെ തന്നെ തുടങ്ങിയോ? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ് സ്റ്റേജ് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഈ വട്ടം.
അപ്പോ ഓക്കെ. പക്ഷെ എന്താന്ന് വെച്ചാ അത് ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിൽ കൂടി ഇറ്റ്സ് ലൈക്ക് എന്താ ഞാൻ പോയ യാത്രകളിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടായേക്കുന്നത് ശരിക്കും ഈ ഫിലിപ്പീൻസ് ജേണിയിലാണ്. ഞാൻ പരിചയപ്പെട്ട ആൾക്കാരാണെങ്കിലും ഞാൻ പോയ ഓരോ ഇൻസിഡന്റ്സ് ആണെങ്കിലും എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഓർത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ. കൾച്ചറലി വ്യത്യാസമാണ്, പാവങ്ങളാണ് മനുഷ്യര്. ഭയങ്കര കൺസേൺസ് ഞാൻ കുറെ ചിന്തിച്ചാണ് ശരിക്കും അവിടെ പോയി. അവിടെ ഉള്ളവർ എങ്ങനെയായിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കോ? ജീവിതം മൊത്തം ആസ്വദിക്കുന്ന മനുഷ്യരില്ലേ? ഒറ്റ പൈസ ഇല്ല കയ്യില്, അവരുടെ കയ്യില്. ശരി. എന്നുവെച്ചാ അതില്ലെങ്കിലും അടിച്ചു പൊളിയാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്. അതാ അവര് ശരി. പറഞ്ഞത്. ഞാനപ്പോ അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് എന്താ വെച്ചാൽ 50 രൂപയായിരിക്കും വരുമാനം, പക്ഷെ 80 രൂപയ്ക്കാണ് ആഘോഷം. അതാണ് അവരുടെ ഓഹോ. കോൺസെപ്റ്റ്. അതെന്ന് വെച്ചാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ആഘോഷമായിരിക്കും, എപ്പോഴും ആഘോഷമായിരിക്കും. പക്ഷെ അങ്ങനെ ജീവിതത്തിലൊരു അതെ ആവശ്യം അതെ. വരുമ്പോ അവർക്ക് എങ്ങനെയാണ്, സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉണ്ടോ അവർക്കൊരു സർക്കാരിന്റെ സംവിധാനം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കും? കൂടി നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, കുറച്ചു കാലം കഴിയുമ്പോൾ ഇല്ലാണ്ടായി പോവാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഫിലിപ്പീൻസ്. പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഷ്യൂ കാരണം. ഐലൻഡ് അല്ലേ, അതെ. കടലിനോട് ഉം. കടലാണ് മൊത്തം, കടലിൽ പൊങ്ങി അതെ. കിടക്കുന്ന ദ്വീപുകളാണ്. അതിനകത്ത് പല ശരി. സാധനങ്ങളും ഓൾറെഡി മുങ്ങിക്കഴിഞ്ഞു. മനസ്സിലായോ? ആ ജനങ്ങളുടെ ജീവിതം ഭയങ്കര ദുസ്സഹമാണ് ശരിക്കും പറഞ്ഞാ. അവിടെ ഇപ്പൊ തന്നെ ഈ ഒരു വർഷം 5 കൊടുങ്കാറ്റെങ്കിലും ഉണ്ടാവും. അതായത് അതെ. ഇപ്പൊ ഈ വട്ടം തന്നെ അവിടുത്തെ ഒരുപാട് ഫിലിപ്പീൻസിലെ ആൾക്കാര് മരിച്ചു. കാര്യം കൊടുങ്കാറ്റെന്നല്ല, എന്താ പറയാ, ചുഴലിക്കാറ്റ് ആ. ഒരുപാട് വന്ന്, സൈക്ലോൺസ് ഒത്തിരി വന്ന് പോകുന്നു. ഒരു വർഷം മിനിമം 5, 6 സൈക്ലോൺസ് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ പറഞ്ഞ ആഹ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോ അവിടുത്തെ മനുഷ്യർക്ക് ഐ ഡോണ്ട് നോ അവരെന്താണ് ഇത്ര ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന അവരെ പ്രേരിപ്പിക്കുന്നത് എന്താന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാണ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ഐലൻഡിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇത്ര സന്തോഷിക്കാമെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് സന്തോഷിച്ച് അതെ. സന്തോഷിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചു. അവിടെ പൊതുവെ സ്ത്രീകളൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ 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 പുരുഷന്മാര് അതെ അങ്ങനെയല്ലേ? പുരുഷന്മാര് അതെ കുറച്ച് ആണ്. അലസതയും അതെ ഒക്കെയുള്ള അതെ. ആളുകളും ഫിലിപ്പീൻസ് അങ്ങനെയാണ്. സ്ത്രീകളെ അതായത് ഫിലിപ്പീൻസിന്റെ സമൂഹം തന്നെ അങ്ങനെയാണ്. ഒരു വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ സ്ത്രീകളാ. ആ, മറ്റവര് വളരെ ലേസി ആയിട്ടുള്ള ആൺകുട്ടികൾ, ഭയങ്കര ലേസി ആയിട്ടുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പീൻസിലുള്ളത്. എവിടെ നോക്കിയാലും ഒരു കടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവറായിട്ട് പോകുന്നത് ഒക്കെ മെജോറിറ്റിയും വർക്കിംഗ് ക്ലാസ് വുമൺ ആണ് അവിടെ. ഭയങ്കര ശരി. സ്ട്രോങ് ആണ്. ഫിലിപ്പീൻസിലൊക്കെ കുറെ വിചിത്രമുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ പുരോഗമനമൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവര് കുറച്ച് ക്രിസ്ത്യാനിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നാടാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ ഡിവോഴ്സ് അലൗഡ് അല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അതുകൊണ്ട് ഇപ്പത്തെ പെൺകുട്ടികൾ ആരും അവിടെ കല്യാണം കഴിക്കില്ല. അതാണ് ആ, പ്രശ്നം. കാര്യം ഡിവോഴ്സ് എന്നുള്ളത് ഇറ്റ്സ് ലീഗലി നോട്ട് അലൗഡ് അവിടെ. ഒരു ആ, പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ പേരിന്റെ സർനെയിം മാറണം പെൺകുട്ടിയുടെ. ആ, പിന്നെ ആ, ആ സർനെയിം മാറിയതും കൊണ്ട് പിന്നെ ഒരിക്കലും പിന്നെ അവർക്ക് ഡിവോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. 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 സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ പേരിന്റെ സർനെയിം മാറ്റാനോ ഭർത്താവിന്റെ പേര് മാറ്റാനോ ഒരു മാർഗ്ഗവും ഇല്ല. ഇല്ല. അപ്പൊ അങ്ങനെ ആ, കുറെ ആ, വിചിത്രമായ കാര്യങ്ങളുള്ള നാടും കൂടിയാണ് ഈ ആ, ഫിലിപ്പീൻസ് എന്ന് ശരി. പറഞ്ഞിട്ടുണ്ടെങ്കില്. പിന്നെ ഈ പിന്നെ സ്ത്രീ ലോകത്തിലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയില്ല അല്ലേ? സ്ത്രീ എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിന് വില കുറവാണ്. ഇന്ന് നമുക്ക് അതാ പറഞ്ഞേ, അതാണ് രണ്ട് രീതിയിൽ അവിടെ നമുക്ക് കാണാം. വർക്കിംഗ് ക്ലാസ് ഭയങ്കര ഹൈ ആണ്, വളരെ സ്ട്രോങ് ആണ് സ്ത്രീകള്. പക്ഷെ ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ അവരിപ്പോഴും ഇങ്ങനെ പിടിച്ചു. അതുകൊണ്ട് ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു മോഡേൺ സമൂഹമാണ് ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ആ, അമേരിക്കയുടെ കോളനി ആയിരുന്നു ബേസിക്കലി അവര്. ആ, ആ, അതുകൊണ്ട് തന്നെ അതെ. അവർക്ക് അതിന്റെ കൾച്ചറാണ് ശരിക്കും, അമേരിക്കൻ കൾച്ചറാണ് മൊത്തത്തില്. പക്ഷെ അതാണ് ഞാൻ ആലോചിക്കുന്നത്, എത്ര എത്ര അന്തരാണ്. അതുകൊണ്ട് ഫുൾ മോഡേൺ ആണ്. ഒരു രീതിയിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള ലൈക്ക് ഒന്നുമില്ല അവിടെ. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള കുറെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇത് സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ലാന്നല്ല. അതുകൊണ്ട് പെൺകുട്ടികൾ എന്താ ചെയ്യുന്നത്? അവർ കല്യാണം കഴിക്കുന്നില്ല. മനസ്സിലായില്ല? അവർക്ക് അതെ. കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. അവരെന്ത് ചെയ്യാണ്? പകരം ലിവിങ് ടുഗെദറിലേക്ക് പോവാണ്. മനസ്സിലായി. പിന്നെ അവിടെ അപ്പോ ഇങ്ങനെ കല്യാണം ഇഷ്യൂസ് കഴിച്ചാലേ കുട്ടി ഉണ്ടാവില്ല, ഉണ്ടാവുള്ളൂ അങ്ങനത്തെ കുട്ടികളും ഒന്നും ഇല്ല വേണ്ട. അവിടെ. അല്ല, ആ, അവർക്ക് അങ്ങനെ ഇല്ല. ഇല്ല. കല്യാണം കഴിച്ചാൽ ഇല്ല. മാത്രമേ കുട്ടി ഉണ്ടാവണം എന്നുള്ളതല്ല അവരുടെ കോൺസെപ്റ്റ്. ഇല്ല. അവര് അങ്ങനെയല്ല. ശരി. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ലീഗലി ഇല്ല, ലീഗലി മാരി ഇല്ല. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. അവരങ്ങനെയാണ്. ഉം. അങ്ങനെ ആയി അവരുടെ സമൂഹം. ഉം. എന്നാ അവരുടെ ഒരു ഉം. രണ്ട് തലമുറ മുമ്പ് അങ്ങനെയല്ല. അല്ല. അപ്പൊ അതായത് ഞാൻ തന്നെ കുടുംബം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാണ്ടായി അല്ലേ?
കുടുംബം എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഈ ഒരു ഇപ്പത്തെ ഒരു 2 ജനറേഷൻ ആയിട്ട് ഇല്ല. ഓൾമോസ്റ്റ് ഇല്ലാണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പുള്ള ഇപ്പൊ അതിനകത്ത് ഇപ്പൊ എന്റെ കൂടെ വണ്ടി ഓടിച്ച് ഞാനിങ്ങനെ ഇത് ഇത്ര വിചിത്രമായിട്ടുള്ള കാര്യം എനിക്ക് കേട്ടപ്പോ തന്നെ ഞാൻ പല ആൾക്കാരോട് ഇതിനെപ്പറ്റി സംസാരിക്കും. പെണ്ണുങ്ങളോട് സംസാരിച്ചു, അവിടുത്തെ ആണുങ്ങളോട് സംസാരിച്ചു. പക്ഷെ ആണുങ്ങളൊക്കെ ഇതിനെതിരാണ് ബേസിക്കലി. അവരുടെ ശരി. ഒരു വർത്തനത്തില് അവര് ഭയങ്കര എതിരാ. അവര് പറയുന്നത് ഇത് നമ്മുടെ ഫാമിലി സ്ട്രക്ചർ ഒക്കെ തകർന്നു പോയി എന്നൊക്കെ അതെ അങ്ങനെയാണ് അതെ അവര് അതെ. സംസാരിക്കുന്നത്. പക്ഷെ ആ, പെൺകുട്ടികൾ സംസാരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇതിപ്പോ ഞങ്ങള് ബ്ലോക്ക് കെട്ടിയിരുന്ന പോലെയാണ്. ആ, അതുകൊണ്ട് ഞങ്ങൾ ആ, കല്യാണം കഴിക്കും. അത് ഭയങ്കര രസാണ്. അപ്പൊ അതെ അതെ. ഞാനൊക്കെ ഇതൊക്കെ അനലൈസ് ചെയ്യും. ദേ കുറെ നാൾ കഴിയുമ്പോ ചിലപ്പോ ഇന്ത്യയിലൊക്കെ ഇത് ഇതുപോലെയൊക്കെ ആവാൻ സാധ്യതയുണ്ടല്ലോ. അതെ. അല്ല അപ്പൊ പക്ഷെ ഇന്ത്യയിലെ ഒരു വ്യത്യാസമുള്ളത് നമ്മള് കുട്ടികളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്ന ഒരു രീതി ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടാവുമായിരിക്കും. പക്ഷെ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിലെങ്കിലും അതില്ലല്ലോ. നിർബന്ധിച്ചും എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കുക അതിനുള്ളൊരു അല്ലെ വേണ്ടാന്ന് പറയാനുള്ള ഒരു ഫ്രീഡം പെൺകുട്ടികൾക്കുണ്ട്. ഉം. അത് നമുക്ക് നമ്മളൊരു ഒരു പ്രിവിലേജ്ഡ് സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോ അങ്ങനെ ആ, ആ. തോന്നുന്നതായിരിക്കും. പക്ഷെ അതെ അങ്ങനെ അതെ അല്ലാത്ത അതെ അതെ. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും. ഓരോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ തമ്മിൽ അങ്ങ് റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പോകുന്നത്. അല്ല വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ ഉം. കല്യാണത്തിനെ പറ്റി തിരിച്ചറിവ് ആവുന്നതിന് മുൻപ് തന്നെ കല്യാണം കഴിപ്പിക്കുകയാണ്. അതായത് 17, 18 വയസ്സൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് അതിനെപ്പറ്റി ധാരണയില്ലല്ലോ. ഇത് വിവാഹം എന്ന് പറയുന്നത് എന്താണ്, ആ കൂദാശ എന്താണെന്ന് ഒന്നും അറിയുന്നതിന് മുമ്പ് തന്നെ അവരെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവർക്ക് അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. അതാണ് അതെ. ഇപ്പൊ അങ്ങനെ നോർത്ത് അതെ ഇന്ത്യയിലൊക്കെ പല പല സ്ഥലത്തും നമ്മള് സംഭവിക്കുന്നത്. യാത്ര ചെയ്യുമ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനൊക്കെ അതെ ശരിക്കും പറ്റും. അപ്പൊ അതൊക്കെ തന്നെയാണ് എന്റെ തീർച്ചയായിട്ടും. യാത്രയുടെ ഓരോ ഓരോ ഉം. ഇൻസ്പിറേഷനും ഓരോ കാര്യങ്ങളും. നമ്മൾ കുറെ അതെ പഠിക്കുന്നുണ്ട്, കുറെ തിരിച്ചറിവ് ഉം. ഉണ്ടാവുന്നുണ്ട്. നമ്മൾക്ക് തന്നെ അതെ. മനസ്സിലാവും നമ്മൾ കടന്നു പോകുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഈ പ്രശ്നമുള്ളവരുണ്ട്. യാത്ര കഴിഞ്ഞ് വരുന്ന സ്ത്രീകള് പിന്നെ എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? ഇപ്പൊ ടൂറുകൾ ഒക്കെ ഉം. സംഘടിപ്പിച്ച് അവരൊക്കെ വെ- ആദ്യമായിട്ടൊക്കെ പുറത്തു പോയി വരുന്ന മനസ്സിലായി. സ്ത്രീകളുടെ ആ, അതെന്താന്ന് വെച്ചാ ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ കൂടെ ആദ്യത്തെ യാത്ര വന്ന ആദ്യമായിട്ട് അത് ഫാമിലിനെ വിട്ടിട്ട് ആദ്യമായിട്ട് ഉം, ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്ത് നമ്മുടെ കൂടെ വരുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. ആ, അവര് ആ, തിരിച്ചു പോകുന്ന വേറൊരാളായിട്ടാണ്. അവര് ചിലര് ആ, പറയുന്നത് എന്റെ സ്കൂളിൽ പഠിച്ച എന്നെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ചേച്ചിമാരൊക്കെ. അത് അവര് ശരി. ആ, പറയുന്നത് ആ, ഞാൻ ഇങ്ങനെ ആ, എന്നെ റീഡിസ്കവർ ചെയ്യാന്നാ പറയാ അവര് പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത്. അതായത് ശരി. ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് എത്രയോ വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചറിയാണ്. ഞാൻ തിരിച്ചറിയുന്നു. ശരിക്കുള്ള ഞാൻ ഇതായിരുന്നു. ആ, എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഇങ്ങനെ ആ, കരയാൻ പറ്റുമായിരുന്നു. എന്റെ ഉം, ഇമോഷൻസ് ഇങ്ങനെ എനിക്ക് ആഘോഷിക്കാൻ പറ്റുമായിരുന്നു എന്ന ഉം, തിരിച്ചറിവിലേക്കാണ് പല സ്ത്രീകളുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞ ഉം, ഒന്നാമത്തെ അതായത് ഒരു ചേച്ചിയുടെ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പുള്ളിക്കാരി ആദ്യമായിട്ട് വരുമ്പോ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ അമ്മ ഉം, അമ്മയാണോ ആരോ അമ്മായിയമ്മ ആരോ ഉം, വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയും ആ, വിളിച്ചിട്ടുണ്ട് ആദ്യത്തെ യാത്രയിൽ വരുമ്പോ. ആ ചേച്ചി ഇന്നൊരു സോളോ യാത്രികയാണ്. ഒറ്റയ്ക്ക് ആ, യാത്ര ശരി. ചെയ്യുന്ന ആളായി. മനസ്സിലായോ? ആ ആ, ലെവലിലേക്ക് അന്ന് ആദ്യത്തെ യാത്ര വരുമ്പോ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആരോടും മിണ്ടത്തില്ല. എന്നോട് ആ, ആദ്യം എനിക്ക് ആ, എന്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞത് ഗീതു എന്റെ ക്യാരക്ടർ ഇച്ചിരി വ്യത്യാസമാണ്. അതുകൊണ്ട് എന്നെ ആ, ആരോട് സംസാരിക്കാൻ നിർബന്ധിക്കരുത്. ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നോളാന്ന് പറഞ്ഞേ. ആ, ആ ആ, ആള് ഇന്നിപ്പോ കാണുമ്പോ നമ്മുടെ ഒപ്പം തന്നെ ഇപ്പോഴും യാത്രയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ, ആ, ശരി. ലെവൽ ഓഫ് ചേഞ്ച് ഒരു വുമണിന് ആ, ഉണ്ടാവുന്നത് ഒരു യാത്ര ആ, ചെയ്യുമ്പോ അത് ഭയങ്കര ഒരു പഠിക്കാനുള്ള ഒരു സബ്ജക്ട് പോലെയാണ് എനിക്ക്. അത്രയും വ്യത്യാസം ഓരോരുത്തർക്കും വന്നിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്കൊക്കെ അതൊക്കെ തന്നെയാണ് എന്റെ ഒരു യാത്രയുടെയും അല്ലെങ്കിൽ ഞാൻ യാത്ര നടത്തുന്നതിന്റെയും ഒക്കെ എന്റെ ഒരു ലക്ഷ്യം അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ അതൊക്കെ അച്ചീവ് ചെയ്തു എന്ന് അറിയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാ. ജൂലിയും ഇതില് ഒരു അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് ജൂലിയുടെ ആ, ഏ, ആ, ഇതിലെ വരുന്ന സ്ത്രീകള് അവരുടെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ് ജൂലി? ആക്ച്വലി ഗീതു പറഞ്ഞ ഞാൻ ഇങ്ങനെ ഗീതുന്റെ ഈ സ്പീച്ച് ഒക്കെ ഇതിലെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ആയിട്ട് കേട്ടിട്ടുണ്ട്. ഗീതു എപ്പോഴും ആ, ഇൻസ്പിറേഷൻ ആണ്. ആ, പക്ഷെ ഗീതുവിന്റെ അത്രയും ഞാൻ ആയിട്ടില്ല. കാരണം എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ ശരിക്കും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഗീതുവിനെ കമ്പയർ ആ, ചെയ്യുമ്പോൾ. എനിക്ക് അങ്ങനെ സ്ത്രീ യാത്രകള് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ആ, ഞാൻ എന്റെ സെക്കൻഡ് മാരേജ് ആണ്. ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ശേഷമാണ് എന്റെ സങ്കടം, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒറ്റപ്പെടൽ എന്നുള്ളതിന്ന് ഞാൻ ഒരു യാത്രകൾ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ടൂറിസം കമ്പനി അറ്റ് ദ സെയിം ടൈം ഉണ്ട്, യാത്രകൾ ചെയ്യും, അതെല്ലാം കറക്റ്റ് തന്നെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം
എനിക്കിന്ന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ പേഴ്സണൽ ഇതെന്നുള്ള കണ്ടെത്തിയത് ഞാൻ യാത്രകളിലൂടെയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ശേഷമാണ് ഞാൻ എന്റെ ചിന്താഗതികൾ ഞാൻ ശരിക്കും ഈ പറയണം ഒരു ഇപ്പോഴത്തെ ഈ റീലിലൊക്കെ വരുന്ന പോലെ എന്താ പറയാ തള്ള വൈബ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ കുറച്ച് ഒരു പഴയ ആളുകളെ പോലെയൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ ഒരുപാട് ആരോടും സംസാരിക്കാതെ അല്ല കുറെ പഴയ ചിന്തഗതികളുള്ള ഒരാളിൽ നിന്ന് ഞാൻ യാത്രകൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്തു തുടങ്ങി. അത് യാത്രകൾ ട്രക്കിംഗ് ആഡ് ചെയ്തു. അങ്ങനെ പല രീതിയിലൂടെ കടന്നു പോയിപ്പോ ഞാനിപ്പോ ഭയങ്കര വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഒരുപാട് എന്താ പറയാ എന്തിനേം അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഏത് സാഹചര്യത്തിലും ഇപ്പൊ ഞങ്ങള് ഒരിക്കലും ഫോറസ്റ്റ് ക്യാമ്പ് അതായത് ഫോറസ്റ്റില് ഫയർ വന്നപ്പോ ഞങ്ങൾ പോയപ്പോ വെറുതെ മട്ടില് അതായത് ഓൾമോസ്റ്റ് ഒരു 13 ടെമ്പറേച്ചർ ഉണ്ടാവും. ആ മലയില് ആ മണ്ണില് കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു ഫുൾ രാത്രി. സോ അങ്ങനെ ഏത് സാഹചര്യം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങാനായിക്കോട്ടെ, ഏത് ക്ലീൻ അല്ലാത്ത ബാത്റൂം യൂസ് ചെയ്യാനായിക്കോട്ടെ, ഏത് ഫുഡ് കഴിക്കാൻ എല്ലാത്തിനും അഡാപ്റ്റ് ആയി ഞാന്. എന്റെ കസ്റ്റമേഴ്സിനെ ചോദിക്കുകയാണെങ്കിൽ എന്റെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഒരു റിവ്യൂ എനിക്ക് തരാനില്ല. കാരണം ഞാൻ അങ്ങനെ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ഗസ്റ്റുകളല്ല എന്റെ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പേഴ്സണൽ സജഷനെ എന്റെ പേഴ്സണൽ കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ അതെ മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഗീതു പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതായത് ഫിലിപ്പീൻസിലെ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ അറിയാനായിട്ട് നമുക്ക് യാതൊരു സംവിധാനങ്ങളും ഇല്ല. എവിടെയും അതിനെപ്പറ്റി വായിക്കാൻ കിട്ടിയിട്ടില്ല. ഗീതുവിന് എന്തുകൊണ്ട് അത് എഴുതിക്കൂടാ? ഗീതു സംസാരിക്കുമ്പോ തന്നെ അതിലൊരു എന്നോടത് ഒരുപാട് പേരായി ഇപ്പൊ പറയുന്നത്. ഇവൻ മാതൃഭൂമിന്നും അവര് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് എഴുതിക്കൂടെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സമയത്ത് എന്നുവെച്ചാ എഴുതാൻ വേണ്ടി മാത്രം ഞാൻ യാത്ര ചെയ്തിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു എഴുതാൻ. പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാനുള്ളൊരു സമയം കിട്ടാത്തതാണോ അതിന് ഞാൻ മാറ്റി വെക്കാത്തതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് എഴുതണം എന്ന് വിചാരിച്ച് അതായത് എന്തായാലും എഴുതണം എന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ് ഒന്ന് ഫിലിപ്പീൻസ്, പിന്നെ ഒന്ന് ലാബുൻ ബാജോ എന്ന് പറഞ്ഞിട്ട് ഫ്ലോറസ് ഐലൻഡ്സിൽ, അതായത് ഇന്തോനേഷ്യയുടെ വേറൊരു സൈഡിലുള്ള ഫ്ലോറസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ലാബുൻ ബാജോ എന്ന് പറയുന്ന ഒരു സ്ഥലവും കോമഡോ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ഡ്രാഗൺസും പിന്നെ പിങ്ക് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചും അതൊക്കെ ഒറ്റയ്ക്ക് പോയി കണ്ട ജേണികളും അവിടെ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തണം എന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അനുഭവങ്ങള് അവിടുത്തെ അനുഭവങ്ങള് ലാബുൻ ബാജോല് ശരിക്കും പറഞ്ഞാൽ അവിടെ ലാബുൻ ബാജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലി, ഇപ്പൊ നമ്മൾ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നത് ബാലിയാണ്. ഇതേപോലെ തന്നെ അവിടെ ഉള്ളതാണ് ജക്കാർത്ത, ലാബുൻ ബാജോ, ഫ്ലോറസ്, പിന്നെ ജാവ, അത് തന്നെ ഈസ്റ്റ് ജാവ, വെസ്റ്റ് ജാവ, ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതില് ഓരോ സ്ഥലം പിന്നെ അല്ലേ എന്നും കൊടുങ്കാറ്റും സുനാമിയും എർത്ത് ക്വേക്സും ഉണ്ടാവുന്ന ഒരു സ്ഥലം അതെ, കാര്യം എന്താന്ന് വെച്ചാൽ എന്നെ ആദ്യം അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തത് വോൾക്കാനോസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാര്യം അവിടെ ഏറ്റവും ശക്തമായ വോൾക്കാനോകളുള്ള നാടാണ് അവിടെ. നമ്മുടെ നാട്ടിലൊരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുന്നത്, പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ചെറുപ്പം മുതൽ തന്നെ അത് കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് തന്നെ ഞാനിത് ആൻഡമാനിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ അന്വേഷിക്കും ഇത് എനിക്ക് എങ്ങനെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഞാൻ ഇന്തോനേഷ്യയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ജാവയിൽ എത്തുന്നത്. ജാവയിൽ ഒരു മൗണ്ട് ഇജയ് എന്ന് പറയുന്ന ഒരു വോൾക്കാനോ ഉണ്ട്. ആ വോൾക്കാനോയിലേക്ക് ഒരു ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്രേറ്ററിന്റെ അകത്തുനിന്ന് വരുന്ന ലാവയും ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ജാവയിൽ മൗണ്ട് ഇജയൻ എന്ന് പറയുന്ന ഇടത്തേക്ക് അത് ഞാൻ ഒറ്റയ്ക്കാ പോയത്. അതിന് മുന്നേ ഞാൻ ബാലി പോയ സമയത്ത് മൗണ്ട് ബാത്തൂർ എന്ന് പറഞ്ഞ ഒരു വോൾക്കാനോയിൽ ട്രക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പൊ സുഷുപ്തിയിലാന്ന് പറയില്ലേ, ഉറങ്ങിക്കിടക്കാണ് അത് ആക്ച്വലി. അത് ചിലപ്പോ എന്തെങ്കിലും പൊട്ടിത്തെറിക്കായിരിക്കും. പക്ഷെ അപ്പൊ അതുകൊണ്ട് പുകയൊന്നും കാണാൻ പറ്റില്ല. നമുക്കൊരു വേറൊരു മൗണ്ടൻ ട്രക്ക് ചെയ്തതിന്റെ അതേ ഒരു എഫക്റ്റേ അവിടെ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോ ട്രക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോ എനിക്കൊരു കുറച്ചൊരു വിഷമം തോന്നി. അയ്യോ, ഞാനിത് ക്രേറ്റർ കാണാൻ പറ്റും, അതായത് ആ പൊട്ടിത്തെറിച്ച് പോയതിനു ശേഷം ഉണ്ടായ മോൾഭാഗം ഓപ്പൺ ആയ ഏരിയ കാണാൻ പറ്റും. പക്ഷെ അതിന്റെ അകത്തൊന്നുമില്ല, അതില് ചെടികളൊക്കെ വളർന്നേക്കുക. പക്ഷെ മൗണ്ട് ഇജയൻ അങ്ങനെയല്ല. മൗണ്ട് ഇജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് ലേക്ക് അതിനകത്ത് ഫോം ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നിന്ന് വരുന്ന കെമിക്കലെല്ലാം വന്ന് അടിഞ്ഞിട്ട് ഈ ക്രേറ്ററിന്റെ ഉള്ളിൽ ഒരു വലിയൊരു ആസിഡിലേക്ക് മനുഷ്യന് ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങിയ ചത്തുപോകും. ആ ലെവലിലാണ്. അവിടുന്ന് ഫ്യൂംസ് വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മാസ്ക് വെച്ചിട്ട് വേണം പോവാനായിട്ട്. അതെ, ഫ്യൂംസ് ഉണ്ട്. അപ്പൊ മൗണ്ട് ഇജയൻ, മൗണ്ട് ബ്രോമോ, ഇതൊക്കെ അന്ന് പോയി ട്രക്ക് ചെയ്തിട്ട് വന്ന സ്ഥലങ്ങളാണ്. കാര്യം അത് എന്റെ ആഗ്രഹമായിരുന്നു, ഒരു വോൾക്കാനോ ട്രക്ക് ചെയ്യണം, വോൾക്കാനോ ഇങ്ങനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അവിടെ പോയത്.
ഇതേപോലെ തന്നെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പോയ സ്ഥലമാണ് കോമോഡോ എന്ന് പറയുന്ന ഈ ഫ്ലോറസ് ഐലൻഡ്, ലാബുൻ ബാജോ. കാര്യം ഈ ഡൈനോസേഴ്സിനെ കുറിച്ചിട്ട് ഒത്തിരി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആകർഷിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അതില് ഒരു എന്നെ എന്നെ ഇങ്ങനെ ആകർഷിക്കുന്ന ഒരു സാധനങ്ങളിൽ ഒന്നായിരുന്നു ദിനോസേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒന്നാമത്തെ എന്തായിരുന്നു സിനിമ ഉണ്ടല്ലോ നമ്മുടെ ജുറാസിക് പാർക്ക്. അത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് അച്ഛനെ തിയേറ്ററിൽ കൊണ്ട് സൈക്കിളിലൊക്കെ കൊണ്ടുപോയിട്ട് കണ്ടതിന്റെ ഓർമ്മ എനിക്കുണ്ട്. അത് ആ സിനിമ ഞാൻ ഇപ്പൊ കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന പോലെ ഇരുന്ന് കാണും. അത്രയും എനിക്ക് ഭ്രാന്ത് പിടിച്ചൊരു സാധനമാണ് ഈ ജുറാസിക് വേൾഡ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു 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 ഇഷ്ടമുള്ള സാധനം. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുമായിരുന്നു. ബാലരമ ഡൈജസ്റ്റിലും ഒക്കെ വരുമ്പോ വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു വട്ടം എന്റെ മനസ്സിൽ എവിടെയോ ഒന്ന് ഉടക്കി കിടക്കുന്ന സാധനമാണ് എന്താണ് ജീവിച്ചിരിക്കുന്ന ദിനോസർ പല്ലികളോ അങ്ങനെ എന്തോ ഒരു വാക്ക്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന്റെ പേര് കോമഡോ ഡ്രാഗൺ എന്നാണ്. ഓക്കെ, ദിനോസറായിട്ട് അതിന് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ കൂടി ആൾക്കാർ കണക്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും എഴുതിയതായിരിക്കും. ദിനോസർ പല്ലികളുടെ നാട്ടിൽ ഏറ്റവും വലിയ പല്ലികൾ, അങ്ങനെ ദിനോസറുകളെ വിളിക്കുന്നത് ഭീമാകാരമായ പല്ലികൾ എന്നാണ്. അപ്പോ അതില് തന്നെയുള്ള ഇന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധനം ജീവിച്ചിരിക്കുന്ന ഒരു നാട് കോമഡോ ഡ്രാഗൺ ആണ്. അപ്പൊ ഈ കോമഡോ ഡ്രാഗൺ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കോമഡോ ഡ്രാഗൺ എന്ന് പറഞ്ഞ കോമഡോ ഡ്രാഗണിലെ ഈ കോമഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദ്വീപിന്റെ പേരാണെന്ന് അപ്പോഴാണ് അറിയുന്നത് ഇതിനെ കുറിച്ച് വായിക്കുമ്പോ. അപ്പോ ഇങ്ങനെ ഒരു ദ്വീപിന്റെ കോമഡോ എന്ന് പറഞ്ഞൊരു ദ്വീപ് ഉണ്ടെന്നാണ്. അപ്പൊ പിന്നെ അന്വേഷിച്ചത് എവിടെയാണ്, ഇത് എവിടെ എങ്ങനെ പോവാന്ന്. അപ്പോഴാണ് ഇന്തോനേഷ്യയിലുള്ള ഒരു നാടാണ് ഈ കോമഡോ. അവിടെ ഉള്ള ഒരു ദ്വീപാണ് കോമഡോ ദ്വീപ്. അവിടെ മാത്രം കാണുന്ന ഒരു ജീവിയാണ് കോമഡോ ഡ്രാഗൺ. അങ്ങനെ മനസ്സിലായി. അതും ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് കടിച്ചു കഴിഞ്ഞാൽ ആള് തട്ടിപ്പോകും. അങ്ങനെയുള്ള ഒരു സാധനമാണ്. അരണ പോലെ ശരിക്കും നമ്മുടെ പല്ലിയില്ലേ, ഭിത്തിയിലൊക്കെ ഇരിക്കുന്ന പല്ലി തറയിൽ കിടന്ന ഒരു വലിയത്, ലൈക്ക് ഒരു മുതലയുടെ അത്ര നീളത്തിൽ ഒരു പല്ലി കിടന്ന എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് കൊമഡോ ഡ്രാഗൺ ഇരിക്കുന്നത്. പോയ്സണസ് ആണോ? പോയ്സണസ് ആണ്. പിന്നെ അടുത്ത് വളരെ അടുത്ത് തന്നെ കണ്ടു. അതെ. അപ്പൊ എവിടെ ഉണ്ടാവുക? കടലിലാണോ? അല്ല, കടലിൽ നിന്ന് കയറി വരും. കടലിൽ ഇറങ്ങും. അത് കടലിൽ നിന്നും കയറി വരും. പക്ഷെ നോർമലായിട്ട് നമ്മുടെ കരയിൽ തന്നെ കുഴിയിലൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ കുഞ്ഞായിരുന്ന സമയത്ത് മരത്തിന്റെ തെങ്ങിന്റെ മുകളിലൊക്കെയാണ് താമസിക്കുന്നത്. അത് അത്ര വലുതാണോ? ക്രോക്കഡൈലിന്റെ അത്ര ഉണ്ടോ? ക്രോക്കഡൈലിന്റെ ഏകദേശം അത്രയുണ്ട്. ഏകദേശം ആ വലിപ്പം വരും ക്രോക്കഡൈലിന്റെ. അപ്പൊ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ലാബുൻ ബാജോയിലേക്ക് എത്തുന്നത്. പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ പിന്നീടാണ് ആഡഡ് ആയി വരുന്നത്. പക്ഷെ എന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഈ കോമഡോ ഡ്രാഗൺ എന്ന് പറഞ്ഞ ജീവിനെ കാണണം. അത് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ലാബുൻ ബാജോയിലേക്ക് എത്തുന്നതും. പിന്നെ അവിടെ ഇങ്ങനെ പിങ്ക് ഐലൻഡ് ഉണ്ടെന്നും, പിന്നെ നമ്മുടെ ഗൂഗിളിൽ കാണുന്ന സ്ഥലങ്ങള് നമ്മുടെ വാൾപേപ്പറിലൊക്കെ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇവിടെയാണെന്നും, ഇത് ഫ്ലോറസ് ഐലൻഡ്സിന്റെ ഭാഗമാണെന്നും, പിന്നെ അവിടെ ഒരു മിറർ കേവ്സ് ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ അതിന്റെ പാർട്ടായിട്ട് അവിടുത്തെ ഇന്റീരിയർ ആയിട്ടുള്ള ഹിൽ ട്രൈബ്സ് താമസിക്കുന്ന ട്രൈബൽ സ്ഥലങ്ങളിലേക്ക് പോയി ഞാൻ. എന്നിട്ട് അവിടെ വെച്ചിട്ട് അപ്പൊ അവിടെയൊക്കെ വെച്ചാൽ കുറെ ഇന്ത്യയിലെ പല സാധനങ്ങളുമായിട്ട് എനിക്ക് കുറെ സിമിലാരിറ്റീസ് ഒക്കെ കണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതൊക്കെ എന്തൊരു കണക്റ്റഡ് ആണ് ഇവരുടെ ക്രാഫ്റ്റ്, ആർട്ട്. അത് ഒരു ഭയങ്കര ജേർണി ആയിരുന്നു. അതും ഭയങ്കര രസമായിട്ടാണ്. അതും ഈ ജാവയും ഞാൻ ഒരുമിച്ചാണ് പോകുന്നത്. ഈ ലാബുൻ ബാജയും ജാവ, ഈസ്റ്റ് ജാവയും ഒക്കെ അങ്ങനെ ഒന്നിച്ചാ പോകുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര രസാണ്. എന്താ പറയാ, അതാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. വായനയിലോ എവിടെയെങ്കിലും കണ്ട ഒരു സാധനം മനസ്സിൽ ഇങ്ങനെ കേറിയിട്ട് പിന്നെ അതിന് പുറകെ ഓടിയിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ അതെ. ഞാന് ഒന്ന് ലെഫ്റ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ കുറച്ചു നേരം എന്നെ ഇവിടെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മള് 9-നാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോ ഇനിയത്തെ ട്രിപ്പുകൾ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ലീവ് ചെയ്യാം. നമ്മുടെ കൂടെ ഉള്ള ജൂലി നന്നായിട്ട് സംസാരിക്കും കേട്ടോ. കുറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് കാർഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഇപ്പോ ജൂലി. അപ്പൊ ജൂലിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ജൂലിയുടെ അടുത്ത് എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും. ഇനിയിപ്പൊ എനിക്ക് യാത്ര ചെയ്യുന്ന വെച്ചാൽ എന്റെ ഒരു ആഗ്രഹം എല്ലായിടത്തും പോകണം എന്നാണ്. ലോകത്തിൽ ഏത് കോർണറിൽ ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇപ്പൊ എനിക്കൊരു കമ്മിറ്റ്മെന്റും കൂടി ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഒരു യാത്രാ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമ്പോ എന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റെ കൂടെ എന്നോട് ഇങ്ങോട്ട് പറയും, ഇത് യാത്ര ചെയ്തിട്ട് വന്നിട്ട് വേണം എന്നെ കൊണ്ടുപോവാൻ എന്ന് പറയുമ്പോ അതെനിക്കൊരു കമ്മിറ്റ്മെന്റ് ആയി മാറുകയാണ്. മനസ്സിലായില്ലേ? അതായത് എല്ലാരും ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഇപ്പൊ ഞാൻ ഫിലിപ്പൈൻസ് പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകും എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ശരിക്കും കുറെ പേർക്ക്.
ഗീതു ഫിലിപ്പീൻസിൽ പോയി, ഇനി അടുത്തത് ഞങ്ങളെ കൊണ്ടുപോവാണ്. ഗീതു ലാബുൻ ബാജയിൽ പോയി, ഗീതു കൊമഡോ കണ്ടു, ഇനി ഞങ്ങൾ. കാരണം എന്റെ ആഗ്രഹം അത് തന്നെ. അതായത് ഞാൻ എന്ത് കാണുന്നു അത് ഞാൻ കണ്ടേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് വേറെ ആൾക്കാർ കാണണം. അതെനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അത് അങ്ങനെയാണ് ഈ ലെറ്റ്സ് ഗോ ഫ്രീ ക്യാമ്പും സൃഷ്ടിയും ഒക്കെ ഉണ്ടായത്. അങ്ങനെയാണ്. കാര്യം ഞാൻ കണ്ട കാഴ്ച എന്നിൽ തന്നെ മാത്രം നിൽക്കണ്ട, ലോകത്ത് എന്റെ കൂടെ വരുന്നവരൊക്കെ അതിലും നന്നായിട്ട് കാണട്ടെ എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ചെയ്യണേ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് യാത്രകൾ കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു പല സമയത്ത്. ചിലപ്പോ എനിക്ക് തന്നെ അത് ചില ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടെങ്കിൽ കൂടി ഞാനതൊരു രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എനിക്ക് പോവാൻ ഒരു ഇഷ്ടമുള്ള പപ്പാനുഗുനിയ എനിക്ക് പോണം എന്ന് വിചാരിച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. അത് അതുപോലെ വായിച്ച് അറിഞ്ഞേക്കുന്നതാണ്. അതുപോലെ ഗാലപ്പഗോസ് എനിക്ക് പോകേണ്ട ഒരു, എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. നോർത്ത് പോളിലും സൗത്ത് പോളിലും പോകണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ. അല്ലെ കുറെ ഉണ്ട്, ഇങ്ങനെ ചോദിച്ചാൽ വലിയ വലിയ ലിസ്റ്റുകളുണ്ട്. എന്നാൽ പോലും ഈ ഗാലപ്പഗോസ് ഒക്കെ ഞാൻ വായിച്ചിട്ട് എനിക്ക് ആ പരിണാമം ഒക്കെ നടന്ന അതിന്റെ ഒക്കെ ബാക്കി നിൽക്കുന്ന സ്ഥലങ്ങളാണെന്നുള്ള ഡാർവിന്റെ ഒക്കെ പുസ്തകമൊക്കെ വായിച്ചതിന്റെ ഇതായിട്ട് വന്നിരിക്കുന്ന ആഗ്രഹങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ പോണം എന്നൊക്കെ ഉള്ളത് എന്റെ ആഗ്രഹമാണ്. നടക്കില്ല എപ്പോഴാന്ന് അറിയില്ല. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. ഗീതു ഒരു പിന്നെ ഒരു പ്രൊഫഷൻ ഉപേക്ഷിച്ച് പാഷന്റെ പിന്നാലെ വന്ന ആളാണ്. ഈ പാഷൻ മാത്രമല്ലല്ലോ, ഇപ്പൊ അതൊരു പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ലാഭകരമായിട്ട് പ്രവർത്തിക്കാനും പറ്റുന്നുണ്ടോ? പറ്റും, തീർച്ചയായിട്ടും. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മള് ഇതൊരു എന്നെ സംബന്ധിച്ച് ഇതൊരു സംരംഭമാണ് ബേസിക്കലി. സംരംഭം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ മാത്രമല്ല, എന്റെ അണ്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇതിന്റെ ഒപ്പം. അവരുടെയൊക്കെ ഈ ഒരു ലെറ്റ്സ് ഗോ ഫ്രീ ക്യാമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടി കൊണ്ടോ അല്ലെങ്കിൽ എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ കൊണ്ടോ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് അത്ര ആൾക്കാര് ഗൈഡുമാരാണെങ്കിലും ഡ്രൈവേഴ്സ് ആണെങ്കിലും നമ്മുടെ കൂടെ ഡയറക്ട്ലി വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും എംപ്ലോയീസിനൊക്കെ സാലറി കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ ലാഭത്തിലാക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ മാത്രമാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുക, ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുള്ളൂ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടൈം ഞാൻ ഉറപ്പായിട്ടും അതിനെ എങ്ങനെ പ്രോഫിറ്റബിളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും ഉറപ്പായിട്ടും. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യും, അതിനുവേണ്ടി പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടുപിടിക്കും. പാഷൻ ഉണ്ട്, പക്ഷെ പാഷന്റെ ഒപ്പം തന്നെ ഇതൊരു പ്രൊഫഷൻ ആണെന്ന് അംഗീകരിക്കുമ്പോഴാണ് ഇത് മുന്നോട്ട് പോവുക. ശരിയാണ്. ഓക്കെ, എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. സംരംഭം വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ വന്ന് ഒരുപാട് വലിയ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഗീതുവിന് മറ്റൊരു പരിപാടി ഉള്ളത് കൊണ്ട് ഇപ്പൊ പതുക്കെ എക്സിറ്റ് ആവുകയാണ്. നമ്മൾ ജൂലിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു എല്ലാവർക്കും. താങ്ക്സ് കേട്ടോ. ശരി. ഓക്കെ. ഹലോ ജൂലി. ഹലോ ജൂലിയുടെ മൈക്ക്. അതെ. ഇപ്പോ നമ്മൾ കുറച്ചു നേരം ഗീതുവിന് തിരക്കുള്ളത് കൊണ്ട് ഗീതുവിനെ സംസാരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പൊ ജൂലിയുടെ ഇതുപോലെ തന്നെ ഈ സംരംഭം നമുക്ക് ഉപജീവനമാർഗം കൂടിയാണല്ലോ. നമ്മളുടെ ഒരുപാട് സമയം, ഒരുപാട് ഐഡിയാസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? എന്നുവെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ നമുക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാഡം, ഇപ്പൊ ഗീതു പറഞ്ഞ പോലെ തന്നെ ഉറപ്പായിട്ടും ഇപ്പൊ വേറൊരു ഇൻഡസ്ട്രീനെ നോക്കുകയാണെങ്കിലും ആസ് എ വുമൻ പറയുവാണ്, ഞങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് നമുക്ക് ട്രാവൽ ചെയ്യാനും നമുക്ക് എക്സ്പെൻസ് ഉണ്ടാക്കണമല്ലോ. ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 13 ഇയേഴ്സ് മുമ്പ് എൻ്റെ കുഞ്ഞിന് അല്ലെങ്കിൽ എൻ്റെ ബേസിക് ആവശ്യങ്ങൾക്ക് ക്യാഷിന് വേണ്ടിയിട്ട് ഒരു ടൂറിസം കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അവിടുന്ന് റിസർവേഷൻ എക്സിക്യൂട്ടീവ് ആയി, ടൂർ എക്സിക്യൂട്ടീവ് ആയി. Then I started ഒരു
മൂന്നര 4 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാനൊരു എന്റെ കസ്റ്റമേഴ്സ് എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് ഞാനൊരു ടൂറിസം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് ഇന്ന് ഞാൻ ഗീതുവിന്റെ അത്ര എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ പറയാ, ഗീതു പറഞ്ഞ പോലെ നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യൽ നടക്കില്ല. എന്നാൽ പോലും നമുക്ക് പറ്റുന്ന പോലെ ട്രാവൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ്പെൻസ് നടക്കുന്നുണ്ട്, അത്യാവശ്യം കഞ്ഞി അല്ലെങ്കിലും ബിരിയാണി കഴിക്കാനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ഇപ്പൊ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് ജോലി പോകുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ആണ്. എന്റെ കയ്യില് ഞാൻ എപ്പോഴും എന്നും യാത്രയിലുള്ള ഒരാളാണ്. നമ്മൾ കുറച്ചും കൂടി സോഷ്യലി കമ്മിറ്റ്മെന്റും കൂടി എനിക്കുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പോ നമ്മുടെ സ്റ്റാഫ് അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഫോണും ഒരു ചെറിയ നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ എങ്ങോട്ട് ട്രാവൽ ചെയ്താലും വർക്ക് ചെയ്യുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം ഇതിൽ നിന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു 9 to 5 ജോബ് വർക്ക് അതിനേക്കാളും ഒരുപാട് ഇരട്ടി എമൗണ്ട് നമുക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ടൂറിസം. പൊതുവെ ടൂറിസത്തില് ലേഡീസ് കുറവാണ്, വുമൻസ് ഓണ്ടർപ്രണർ ആവുന്നത് കുറവാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടെടുത്തോളം വെച്ച് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. പക്ഷെ ഏറ്റവും എന്റെ കാര്യങ്ങൾ നടക്കാനും എനിക്കൊരു സേവിങ്സിനും എന്റെ അത്യാവശ്യം നല്ലൊരു ഒരു ഒരു മിനിമം ഓഫ് ലൈഫ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് മാഡം. അതുകൊണ്ടാണല്ലോ സ്റ്റിൽ 13 years ആയിട്ട് നമ്മൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ട്, നമുക്കൊരു ഇൻകം വരുന്നുണ്ട്. ആൻഡ് മോർ ഓവർ എന്റെ ഗസ്റ്റ് പോയി തിരിച്ചു വരുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അവര് നന്നായിരുന്നു ജോലി, താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോ ഈ പൈസ കിട്ടുന്നേക്കാളും അല്ലെങ്കിൽ ബാക്കി എന്തിനേക്കാളും സന്തോഷമാണ് എന്റെ ഗസ്റ്റ് എനിക്ക് നന്നായിരുന്നു ജോലി, താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോ. അതാണ് വീണ്ടും വീണ്ടും നമ്മളെ ഈ ഫീൽഡിൽ പിടിച്ചു നിർത്തുന്നത്. പ്ലസ് ഇൻകം. അതെ. മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഈ നമ്മള് ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മള് ഇത് ടൂർ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ, കുറച്ചും കൂടി ഗവൺമെന്റൽ സൗകര്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളും കൂടി നമുക്ക് ഏർപ്പെടുത്തി കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ലാണ്ട് ഒരുപാട് ബേസിക് ഫെസിലിറ്റീസ് അറ്റ്ലീസ്റ്റ് ഈവൻ കേരളത്തിലായാൽ പോലും ഒരുപാട് ഒരു പ്രോപ്പർ ഗസ്റ്റ് ഇപ്പൊ എന്റെ ക്ലയൻസ് തന്നെ എനിക്ക് വരുമ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ ബാത്റൂം കൊടുക്കാനില്ല, ഒരു പ്രോപ്പർ അവർക്ക് പോകുന്ന വഴി ട്രാവൽ ചെയ്യുന്ന വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈവൻ എന്റെ എന്റെ ഒരു കസ്റ്റമർ അവര് അമേരിക്കയിലെ ഒരു മേജർ ന്യൂസ് ചാനലിന്റെ ഹെഡാണ്. അവരിവിടെ വന്നിട്ട് അവരുടെ ഒരു ഡ്രൈവർ, അത് സീസൺ ടൈമാണ്, അപ്പൊ നമ്മൾക്ക് ഈ ട്രാൻസ്പോർട്ടർ പുറത്തുനിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ ആ ഗസ്റ്റിന്റെ കയ്യിലിരുന്ന ഹെഡ്ഫോൺ കാണാണ്ടായി. നമുക്കത് കണ്ടുപിടിക്കാനോ, അതായത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് 50,000 എബോവ് വരുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആയിരുന്നു. ഇതുപോലും നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പിന്നാലെ പോയി ഒരുപാട് ടൈം എടുക്കുന്നുള്ളത് കൊണ്ടും ആ ഡ്രൈവറിനെതിരെ ഡ്രൈവർ ആണ് എന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഗസ്റ്റിന് ഇറ്റ്സ് ഓക്കെ ഫൈൻ ആയിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ ക്രെഡിബിലിറ്റി ആണ്. ആ ഡ്രൈവറിന് എഗെയിൻസ്റ്റ് കംപ്ലൈന്റ് കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു കുറച്ചും കൂടിയൊക്കെ ടൂറിസം സെക്ടറിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ ടൂറിസത്തിൽ വരുന്നുണ്ട്. വുമൺ ഫ്രണ്ട്ലി ടൂറിസം ആക്കുന്ന പോലെ ഹെലി ടൂറിസം അടക്കം ഒരുപാട് ടൂറിസം കാര്യത്തില് ഒരുപാട് ഇനിഷ്യേറ്റീവ്സും ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്നാൽ പോലും കുറച്ചധികം ബേസിക് ഫെസിലിറ്റീസ്, ഹെൽപ്പ് ലൈൻ പോലെ അല്ലെങ്കിൽ ഇതേപോലെ ബാത്റൂം ഫെസിലിറ്റി, അങ്ങനെ ഒരു മിനിമം ഫെസിലിറ്റി കുറച്ചും കൂടി നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നുണ്ട്. ലൈക്ക് ഇതേപോലെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഒരു നല്ല രീതിയിലുള്ള ഇതേപോലെ ബേസിക് ഫെസിലിറ്റീസ് ഒന്നും കൂടി ഡെവലപ്പ് ആവണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ അതിന് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. സർക്കാരിന്റെ ഒരുപാട് പിന്നെ പ്രോജക്റ്റുകൾ ഉണ്ട്. മാത്രമല്ല ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടോ? അത്തരം നമ്മളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയിക്കാനുള്ള ഒരു സൗകര്യം നോക്കിയിട്ടുണ്ടോ?
ടൂറിസ്റ്റുകൾക്ക് ഉള്ള പ്രശ്നങ്ങൾ, കംപ്ലൈന്റ്സ് നമ്മൾ കുറിച്ച് വെച്ച് അത് അറിയിക്കാനൊക്കെയുള്ള ഇത് ചെയ്യാറുണ്ടോ? ഉണ്ട്. ആക്ച്വലി നമ്മൾ പറഞ്ഞല്ലോ, പാർട്ടി മിഷൻ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ റിസോഴ്സ് പേഴ്സൺ, സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സ് ഞങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള, ഇപ്പൊ ഞാനായാലും ഗീതു ആയാലും നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് നമുക്ക് ടൂറിസം മിനിസ്റ്ററോടും ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആർടി മിഷനിലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഈവൻ അതിന് വേണ്ടിയിട്ട് ഒരു സെഷൻസ് പോലും, ഒരു ഫുൾ ഡേ പ്രോഗ്രാം പോലും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ മാറ്റങ്ങൾ തന്നെയാണ്, സമയം എടുക്കും. എന്നാൽ പോലും ഇപ്പൊ മാഡം ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞാണ്. അപ്പോ ഇതൊക്കെ ഗ്രാജുവലി പയ്യെ പയ്യെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ഈ ബാത്റൂം ഫെസിലിറ്റിയുടെ കാര്യം പറഞ്ഞ തന്നെ നമ്മുടെ വീടുകൾ തന്നെ ഇതേപോലെ ബാത്റൂം അല്ലെങ്കിൽ റെസ്റ്റ് റൂം പോലെയുള്ള ഇത് കൺവേർട്ട് ചെയ്യാനുള്ളതിന് ഗവൺമെന്റ് ആ ഓൾറെഡി ഇപ്പൊ തന്നെ കുറച്ച് സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് അവർക്ക് 25,000 രൂപ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കും. അതെ, കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി കൊടുത്തതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ പലരിലേക്ക് ഇത് എത്തുന്നില്ല, അല്ലെങ്കിൽ പലരും ഇത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ പോലും ഗവൺമെന്റ് ടൂറിസത്തില് ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ടൂറിസം സെക്ടറിൽ ഒരുപാട് നല്ല കാര്യങ്ങളും ഇനിഷ്യേറ്റീവ്സും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ബാത്റൂമിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഇവിടെ സംസാരിച്ച ആരും ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതായത് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ, ലൊക്കേഷൻ മാപ്പ് നോക്കുമ്പോൾ തന്നെ അതിൽ എവിടെയൊക്കെയാണ് ബാത്റൂം ഫെസിലിറ്റീസ് ഉള്ളത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ അത് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരം സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഗീതു ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ പിന്നെ ടൂർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊന്ന് ഇതുപോലെയുള്ള സൗകര്യങ്ങളും കൂടി ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? അതെ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഇപ്പൊ ലാസ്റ്റ് നടന്ന കോൺഫറൻസിൽ നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന്റെ ഒരു രേഖയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗവൺമെന്റ് ആണ് അതിന്റെ അപ്രൂവ് കൊടുക്കുന്നത്. അതിന്റെ ഒരു ബേസിക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാജുവലി ആവുള്ളൂ. അങ്ങനെയുള്ള ഒരു ബേസിക് സ്റ്റാർട്ട് ആണ് 25,000 ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീടിന്. അതൊരു വുമൺ ഓൺടർപ്രീണർ ആയിരിക്കണം, അവർക്ക് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ആ ആ അത് ഓൾറെഡി ഇപ്പോ സെലക്ടഡ് ഓൾമോസ്റ്റ് 10+ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡെസ്റ്റിനേഷനിൽ ഇതിന്റെ എമൗണ്ട് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എന്റെ അറിവ്. അങ്ങനെയാണ്. ഓ ഹോം സ്റ്റേ. സ്പെഷ്യലി ആ വുമൺ ഹോം ഓൺടർപ്രീനേഴ്സിനെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അല്ല, ഹോം സ്റ്റേ പോലുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോ ഓയോ ഹോംസ് ഉണ്ട്. അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് തങ്ങാനും അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഹെൽപ്പ് കിട്ടാനും ഉള്ള സൗകര്യങ്ങളെല്ലാം പിന്നെ സാങ്കേതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതെ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏതൊരു സർക്കാരിന്റെയും ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ അതെ, അതെ. ഉത്തരവാദിത്വപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ സൗകര്യങ്ങളും കൂടി ഏർപ്പെടുത്തി കിട്ടിയാൽ, ഇത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ ടൂർ ഓപ്പറേറ്റേഴ്സ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? നമ്മൾ ഓൾറെഡി അതെല്ലാം ചെയ്ത പറഞ്ഞാൽ നമുക്ക് ആ വേണ്ടിയിട്ടേ ഒരു സെഷൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരുന്നു. നമ്മൾ ആ ഇതെല്ലാം ആ കൺവേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിക് സ്റ്റാർട്ട് എന്നുള്ള രീതിയിലാണ്. പെട്ടെന്ന് തന്നെ ഇനിഷ്യലി ആണ് അവര് 25,000 ഇതേപോലെ സ്റ്റാർട്ടപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി അത് കൊടുത്തു കഴിഞ്ഞു. അപ്ലൈ ക്ഷണിച്ചു കഴിഞ്ഞു. അപ്ലൈ ചെയ്യുന്ന ഡേറ്റും കഴിഞ്ഞു. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതൊരു നമ്മൾ ഇങ്ങനെ ഒരു സംസാരിച്ച ഉടനെ തന്നെ ഇങ്ങനൊരു വരികയും 25,000 ഒരു വുമൺ ഓണ്ടർപ്രണറിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ മാറ്റമാണ്. പെട്ടെന്ന് തന്നെയുള്ള ഒരു അതെ അതെ മാറ്റമാണ്. അപ്പൊ തീർച്ചയായിട്ടും. ഉടനെ ഇപ്പൊ കുറച്ചും കൂടി ഒരു വിത്തിൻ ഈവൻ നേരത്തെ പറഞ്ഞ ഒരു പിന്നെ പിന്നെ വിദേശികള് അവരുടെ ഒരു സാധനം നഷ്ടപ്പെടുക, മോഷണം പോവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ അതെ, അതെ, അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് ഇവരുടെ കൂടെ പോകുന്ന ആളുകൾക്കും ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. അതായത് അതെ, നമ്മളെ വരുന്ന അതിഥികളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇവര് നമുക്ക് മോശപ്പെട്ട ഈ ഒരു ഇമേജ് ആഗോളതലത്തിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. നമ്മൾ ഇന്ത്യയിൽ വന്ന് അതെ ഒരുപാട് കാണുന്നുണ്ടല്ലോ. എത്രയോ ഫോറിനേഴ്സ് വന്നിട്ട് അവര് നമ്മുടെ അതെ കേരളത്തിനെ കുറിച്ച് എത്ര നെഗറ്റീവായിട്ട് വ്ലോഗ് ചെയ്തിന് റൈറ്റപ്പ് പോലും അല്ല, വ്ലോഗാണ് ചെയ്യുന്നത്. റീൽസും ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടം പോലെ കാണുന്നല്ലോ.
അപ്പോ അതിനൊക്കെ കുറച്ചും കൂടി ഗവൺമെന്റ് അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പോ ഉടനെ അതിനുള്ള തീരുമാനങ്ങളൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് വെച്ചാൽ ഇവര് വരുന്ന ടൂറിസ്റ്റുകള് ഇപ്പൊ ഇന്ന് വന്നാൽ ചിലപ്പോ 2 ദിവസം 5 ദിവസം കഴിഞ്ഞ് അവര് തിരിച്ചു പോകും. അവര് ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സാധനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു പറഞ്ഞാൽ അവര് കേസിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും മോസ്റ്റ്ലി ആളുകൾ പോവില്ല. കാരണം അവർക്ക് അതിനുള്ള ടൈമില്ല. അവര് ഹോളിഡേയ്സിന് വന്നതാണ്. ആൻഡ് കമ്പയർഡ് ടു ഇന്ത്യ ദേ ആർ റിച്ച്. അങ്ങനെയുള്ള ആളുകളാണ്. അല്ലെങ്കിൽ പോലും അവരതിനു വേണ്ടി എഫേർട്ട് എടുക്കില്ല. പക്ഷെ നമുക്ക് വരുമ്പോ നമ്മുടെ ആസ് എ ടൂർ ഓപ്പറേറ്റർ നമ്മുടെ ക്രെഡിബിലിറ്റി ആണ് പോയത്. ശരിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ ആസ് എ ടൂർ ഓപ്പറേറ്റർ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ടൂറിസ്റ്റിൽ കംപ്ലൈന്റുകൾ അങ്ങനെയുള്ള കംപ്ലൈന്റ് സെല്ല് പോലും പ്രോപ്പർ ആയിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഉടനെ ഇപ്പൊ പല അതൊരു പല പ്രധാനപ്പെട്ട ആവശ്യമാണ് അല്ലേ? അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് ഡിമാൻഡ് ചെയ്യണം. ഒന്ന് ശ്രദ്ധയിൽ പലപ്പോഴും ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരിട്ട് ഇടപെടുന്ന ആളുകളുടെ പോലെ അവിടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ധാരണ അവർക്ക് ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളും പതുക്കെ കൊണ്ടുവരാൻ പറ്റും. നിയമനിർമ്മാണം തന്നെ വേണമെങ്കിൽ നടത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു വേദിയില് ഈ വേദിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങള് ജനശ്രദ്ധയിൽ പെടും. പിന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുള്ള ഭരണകർത്താക്കളുടെ ഇടയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പിന്നെ നിങ്ങളെ പോലുള്ളവര് പോയി വരുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതണം. ഇത്തരം കാര്യങ്ങള് എഴുതാവുന്ന കാര്യങ്ങൾ എഴുതാലോ. അപ്പൊ തുറന്ന് എഴുതുമ്പോ കാര്യങ്ങൾ കൂടുതൽ സാമൂഹിക തലത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അതിന്റെ ഒരു നമ്മളെ കൊണ്ട് പ്രത്യേകത. പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ പലതിനും നമുക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളും ഇപ്പൊ ആർട്ടിമിഷൻ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോ നമുക്ക് നമ്മളെ സംബന്ധിച്ചും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാനും പേഴ്സണലി വിശ്വസിക്കുന്നത്. എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു വിത്തിൻ 3 to 5 ഇയേഴ്സിനുള്ളിൽ നല്ലൊരു മാറ്റം കാരണം വുമൺ ഫ്രണ്ട്ലി ടൂറിസം ഡെസ്റ്റിനേഷൻ ആയ പോലെ തന്നെ ആർട്ടിമിഷനും കേരള ടൂറിസവും ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫോർ വുമൺ ഓണ്ടർപ്രണേഴ്സിന്. അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയാ രീതിയിൽ കേരള ടൂറിസം മേക്ക് ഓവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഒരു വിത്തിൻ 3 to 4 ഇയേഴ്സിനുള്ള നല്ലൊരു മാറ്റം കേരള ടൂറിസത്തിൽ വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഉള്ള ഡെസ്റ്റിനേഷനുകൾക്ക് ഒരു മാതൃകയായിട്ട് ഉണ്ടാവും തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു പോസിറ്റീവ് നോട്ടിൽ ഇന്നത്തെ ഈ ചർച്ച നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. രണ്ടുപേരും ഒരുപാട് ഈ ഫീൽഡിൽ അനുഭവങ്ങളുള്ള വ്യക്തികളായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. രണ്ടുപേരും നേരിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് കൊണ്ട് ആ അനുഭവങ്ങൾ കൂടുതൽ തീവ്രതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇത്തരം അനുഭവങ്ങൾ തീർച്ചയായിട്ടും ജനസമക്ഷത്തിൽ എത്തുമ്പോൾ അതിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടവർ അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പിന്നെ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. ഈ കേരളത്തിന്റെ ഒരു ടൂറിസത്തിന്റെ ഒരു മുഖം കൂടുതൽ ശോഭിതമാവട്ടെ. ഇത്തരം സംരംഭകര് അതില് വളരെ ശക്തമായിട്ട് സാന്നിധ്യം അറിയിക്കുമ്പോൾ കൂടുതൽ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളും ഇവിടെ വരാനും നമ്മളുടെ നാട്ടിലുള്ള ആളുകൾക്ക് പുറത്തു പോയി ധാരാളമായിട്ട് ലോകം ചുറ്റി വരാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സംസാരിക്കാൻ എത്തിയ രണ്ടുപേർക്കും പ്രത്യേകിച്ച് ജൂലി ഇന്ന് വളരെ വിശദമായിട്ട് വനയാത്രകളുടെ പ്രശ്നങ്ങളും അതുപോലെ റെസ്പോൺസിബിൾ ടൂറിസം എന്താണെന്ന് നമുക്ക് വൃത്തിയായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ ഗീതു വളരെ തിരക്കിന്റെ ഇടയിൽ നിന്ന് വന്നിട്ട് പോലും നമുക്ക് ആ ലോക സഞ്ചാരത്തിന്റെ പുതിയ മുഖങ്ങളാണ് നമുക്ക് തുറന്നു തന്നത്. നമുക്ക് പരിചയമില്ലാത്ത ഫിലിപ്പീൻസ് പോലുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു ധാരണ പകർന്നു തന്നു. രണ്ടുപേർക്കും ഇന്ന് ഈ ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ ഇന്നത്തെ ഈ പരിപാടിയുടെ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് വന്നതിന് വളരെയധികം സന്തോഷം, നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും പങ്കെടുത്ത് കേൾക്കാനായിട്ട് കുറച്ചു പേരുണ്ടായിരുന്നു. ഇനിയും കൂടുതൽ പേര് കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യും.
ക്ലബ് ഹൗസിന്റെ അടുത്ത പരിപാടി അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി.